السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. يا أيها الرجل المريد نجاته اسمع مقالة ناصح معواني. كن في أمورك كلها متمسكا بالوحي لا بزخارف الهذيان. واصدع بما قال الرسول ولا تخف من قلة الأنصار والأعوان. فالله ناصر دينه وكتابه والله كاف عبده بأمانه. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഉപ്പളയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ആദർശ മഹാസമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലും വന്നുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൃഷ്ടികൾക്ക് അഭയം തേടുവാൻ സൃഷ്ടാവായ അല്ലാഹു മാത്രം എന്ന മഹത്തായ ഒരാദർശത്തിൻ്റെ പ്രത്യേകമായ വിവരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ മഹാസമ്മേളനങ്ങൾ കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്ത് ആദർശമാണ് മുജാഹിദുകൾക്ക് പറയുവാനുള്ളത്? ഏതെങ്കിലും പുതിയ വല്ല കാര്യങ്ങളും സമൂഹത്തോട് പറയാനുണ്ടോ? അതല്ലെങ്കിൽ ആർക്കും പരിചയമില്ലാത്ത മറ്റേതെങ്കിലും കാര്യങ്ങളെടുത്ത് പറയുവാനുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായും ആളുകൾ സംശയിച്ചു പോകാറുണ്ട്. അതേപോലെ തന്നെ ഇവർ എന്ത് ആദർശം പറയാനാണ്? ഇവർക്ക് അമ്പിയാക്കളോട് ബഹുമാനമില്ല, ഔലിയാക്കളോടും ശുഹദാക്കളോടുമൊക്കെ പുച്ഛമാണ്. പ്രത്യേകിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേവലം സാധാരണ മനുഷ്യനാക്കുകയും അവിടുത്തെ നിന്ദിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലും വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ്. പിന്നെ ഇവരെന്ത് ആദർശം പറയാനാണ് എന്ന് സംശയിക്കുന്നവരും ഉണ്ടായേക്കാം. സഹോദരങ്ങളെ,
വളരെ കൃത്യമായി ലോകത്ത് മഹാരഥന്മാരായ പ്രവാചകന്മാർ വ്യക്തമായി പ്രാധാന്യപൂർവം പഠിപ്പിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൽ തുടങ്ങി അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പര്യവസാനം കുറിച്ച പരിസമാപ്തി കുറിച്ച പ്രവാചക ശൃംഖല, ആ നബിമാര് മുഴുവനും ലോകത്തോട് പ്രാധാന്യപൂർവം എടുത്തു പറഞ്ഞ കൃത്യമായ ആശയം, അതാത് കാലങ്ങളിൽ അത് ലോകത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ അതിൻ്റെ സഹായികളാവണം, അതിൽ വിശ്വസിക്കണം. അവർക്കേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവർക്ക് പരാജയമായിരിക്കും, നഷ്ടമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ. മഹാന്മാരായ പ്രവാചകന്മാര് ലോകത്ത് വന്ന് നിർവഹിച്ച ദൗത്യം എന്താണെന്ന് അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെയും അവരുടെ പ്രിയപത്നിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനങ്ങൾ വരും. ആ മാർഗദർശനങ്ങളെ ആര് പിൻപറ്റി ജീവിക്കുന്നുവോ അവർക്കാണ് രക്ഷയുണ്ടാവുക, അവരാണ് വിജയിക്കുക. അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. നേരെ മറിച്ച് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ മാർഗദർശനങ്ങളോട് ആരെങ്കിലും നിഷേധഭാവം കാണിക്കുകയോ പുറംതിരിഞ്ഞു നിൽക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്താലോ അവർ കത്തിയാളുന്ന നരകത്തിയിൽ ശാശ്വതരായിരിക്കും. ഇത് വിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 38-39 സൂക്തങ്ങളിലൂടെയായി അല്ലാഹു പറഞ്ഞതാണ്. വളരെ കൃത്യമായി സഹോദരങ്ങളെ നമ്മളിങ്ങനെ ഓർഡറിൽ തന്നെ മനസ്സിലാക്കി പോകണം. നമുക്ക് പറയാനുള്ള ആദർശം ഏതാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ലോകത്ത് വന്ന അമ്പിയാക്കളൊക്കെ ലോകത്തോട് എന്തു പറഞ്ഞുവോ ആ ആദർശമാണ് കൃത്യമായി അതിൽ കലർപ്പില്ലാതെ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്. അവർക്ക് മാത്രമേ വിജയമുള്ളൂ, അത് പിൻപറ്റുന്നവർക്കാണ് വിജയമെന്നും അതിനെ നിഷേധിക്കുന്ന അതിനെ അവിശ്വസിക്കുന്നവർക്ക് നരകമാണെന്നും നമ്മൾ കേട്ടുകഴിഞ്ഞു. എങ്കിൽ ഏറ്റവും നല്ല ഉത്തമമായ ആ മാർഗദർശനത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുവാൻ സദാ ഒരു ശക്തി നമ്മുടെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവനാണ് ശൈത്താൻ. ആ ശൈത്താൻ അല്ലാഹുവിനോട് പറഞ്ഞതാണ്, നിന്റെ നേരായ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവരെ അതിൽ നിന്ന് തടയുവാൻ ലഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ ശരിയായ ആ മാർഗത്തിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുക തന്നെ ചെയ്യും. എന്നിട്ട് ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുവശത്തുകൂടെയും ഇടതുവശത്തുകൂടെയും ഒക്കെ ചെന്നിട്ട് അവരെ ആ നേരിന്റെ പാതയിൽ നിന്ന് ഞാൻ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ വലാ തജിദു അക്സറഹും ശാകിരീൻ, അങ്ങനെ അവരിൽ മഹാഭൂരിപക്ഷത്തെയും നിനക്ക് നന്ദി കാണിക്കാത്ത ഒരവസ്ഥയിലേക്ക്, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റുവാൻ ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും. ഇത് ശൈത്താനും പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്കെൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാരോടും പറയാനുള്ളത്, ഇവിടെ നേരിൻ്റെ മാർഗം വളരെ വ്യക്തമാണ്. ആ മാർഗം ഏതാണെന്ന് അമ്പിയാക്കളിലൂടെ ഇവിടെ കൃത്യമായി പഠിപ്പിച്ചു തന്നു കഴിഞ്ഞു. അത് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് പൂർത്തീകരിച്ച് തന്നു. ഇനി ആ മാർഗത്തിലൂടെ, ആ സ്ട്രൈറ്റായ നേർവഴിയിലൂടെ മുന്നോട്ട് പോകലാണ് നമ്മുടെ ബാധ്യത. പക്ഷേ അതിന് നമ്മെ സമ്മതിക്കാതെ നമുക്കൊരു വർഗശത്രു നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ശൈത്താനാണ്. അവൻ എല്ലാവിധത്തിലും നമ്മെ ഈ നേരായ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതും ഖുർആൻ പറഞ്ഞതാണ്.
പക്ഷേ നമ്മളോട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ അവന്റെ ചതിയിൽ നിങ്ങൾ പെട്ടുപോകരുത്. നിങ്ങൾക്ക് ഞാനിതാ കൃത്യമായ നേർവഴി കാണിച്ചു തരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പ്രഖ്യാപിച്ചു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് എൻ്റെ നേരായ മാർഗം. നേരായ മാർഗം കാണിച്ചു തന്നുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഫത്തബിഊഹു, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണേ, വലാ തത്തബിഉസ് സുബുൽ, ഇതിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഈ നേർരേഖയുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിങ്ങളെ പല മാർഗങ്ങളിലേക്ക് മാടി വിളിക്കുന്ന ചെകുത്താന്മാർ ഇരിപ്പുണ്ട്, ഇബ്ലീസുകൾ ഇരിപ്പുണ്ട്. അവരെ നിങ്ങൾ പിൻപറ്റിപ്പോകല്ലേ. അങ്ങനെ നിങ്ങൾ ഈ മാർഗം വിട്ട് മറ്റു മാർഗങ്ങളെ പിൻപറ്റാൻ നിന്നാൽ നേരായ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ചു കളയും. ഇത് നിങ്ങളോട് ഞാൻ വളരെ ഗൗരവത്തോടെ അല്ലാഹ് പറയാണ്, ദാലിക്കും വസ്വാക്കും ബിഹി, ഇത് നിങ്ങളോട് അതിശക്തമായി ഉപദേശിക്കുന്നത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയോടെ ഓരോ കാൽവെപ്പും മുന്നോട്ട് വെച്ച് നേർവഴിയിൽ നിന്ന് തെറ്റാതെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള കനത്ത വസിയത്താണ് നിങ്ങളോട് നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദിനേന അല്ലാഹുവിനോട് ഈ കൃത്യമായ ആദർശത്തിൽ നീ ഞങ്ങളെ എപ്പോഴും ഉറപ്പിച്ചു നിർത്തണേ, ഇതിൽ നിന്ന് തെറ്റിപ്പോയ കക്ഷികളിലേക്ക് പോകാതെ നിന്റെ വലിയ കാവൽ ഞങ്ങൾക്കുണ്ടാകണേ എന്ന് സൂറത്തുൽ ഫാത്തിഹയിലൂടെ എത്ര തവണയാ നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവനും. യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക്, മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ, അതിൽ നീ ഞങ്ങളെ ചേർക്കണേ. ഏതാണ് ആ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയിൽ പെടുത്തല്ലേ, വഴിതെറ്റിപ്പോയ കക്ഷികളുടെ ഗ്രൂപ്പിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ എന്നും പറഞ്ഞിട്ടല്ലേ നമ്മൾ ആമീൻ ചൊല്ലുന്നത്. ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഇതിങ്ങനെ കേവലം പറയാനുള്ള ഒരു ആയത്താണോ? ചിന്തിക്ക്, അവിടെ അള്ളാഹുവിനോട് നമ്മൾ മനസ്സ് തട്ടി ചോദിക്കുന്ന ആ മാർഗം, അത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ അതാരാണ്? ആരാണ് അള്ളാഹ് അനുഗ്രഹിച്ചവര്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആര് അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിച്ചു ജീവിക്കുന്നുവോ അക്കൂട്ടർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ ആരുടെ കൂടെയായിരിക്കും? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു ആരുടെ മേൽ നിഅമത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ, റബ്ബ് ആർക്കൊക്കെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതാരാണെന്നാ പറയാൻ പോകുന്നത്. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, മഹാന്മാരായ അമ്പിയാക്കളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, മറ്റു സാലിഹീങ്ങളുണ്ട്. അവരൊക്കെ കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് നീ ഞങ്ങളെ ചേർത്ത് തരേണ്ടത്. ആ വഴിയിലൂടെ ചേർന്ന് നടന്നു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് കയറാൻ കഴിയും. വഹസുന ഉലൈക റഫീഖാ, അക്കൂട്ടർ എത്ര നല്ല കൂട്ടുകാരാണ് നമുക്ക് സ്വർഗത്തില്. അള്ളാഹു നമ്മെ അവരോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അത് നമ്മുടെ ദുആയാണ്. അതുകൊണ്ട് അള്ളാഹുവേ, നിന്റെ അനുഗ്രഹം കിട്ടിയവരുടെ വഴിയിൽ നീ എന്നെ ചേർത്ത് തരണം, ഞങ്ങളെ ചേർത്ത് തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആരാണ് ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പ്രധാനമായും പെടുന്നു റബ്ബ് ശപിച്ചിട്ടുള്ള, റബ്ബിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തി ജീവിച്ച് ശിർക്ക് ചെയ്ത് ജീവിച്ച ജൂതന്മാരുണ്ട്,
നസാറാക്കളുണ്ട്, അതുപോലെ തന്നെ വഴിപിഴച്ച അവരുടെ പാത പിന്തുടർന്നിട്ടുള്ള പലരുമുണ്ട്. അത്തരം പിഴച്ച ഒരു കക്ഷികളിലും പെടുത്താതെ റബ്ബേ, നിന്റെ നബിമാര്, സിദ്ദീഖുകള്, ശുഹദാക്കള്, സാലിഹീങ്ങള് കാണിച്ചിരുന്ന ആ നേരിന്റെ വഴിയിൽ നീ ഞങ്ങളെ എന്നെന്നും ഉറപ്പിച്ചു നിർത്തണേ എന്ന് കൃത്യമായി നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ നമ്മൾ അറിയണം, മഹാന്മാരായ അവർ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്തെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്ത് കാണുന്നത് മുഴുവനും സൃഷ്ടികളാണ്. ഇവിടെ കാണുന്നതൊക്കെ സൃഷ്ടികളാണ്. മനുഷ്യരുണ്ട്, കല്ലുകളുണ്ട്, മരങ്ങളുണ്ട്, അതുപോലെ തന്നെ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ചരാചരങ്ങളുണ്ട്, മറ്റ് ഏതെല്ലാം വസ്തുക്കളുണ്ട്. അള്ള ഒഴികെയുള്ളതൊക്കെ ഇവിടത്തെ സൃഷ്ടികളാണ്. സൃഷ്ടാവായിട്ട് അല്ലാഹു മാത്രമേയുള്ളൂ. ആർക്കിവിടെ എന്ത് നിഅമത്ത് കിട്ടണമെങ്കിലും റബ്ബ് കൊടുക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഏകനായ ആ റബ്ബ്, ആ സൃഷ്ടാവ്, അവനിലേക്ക് മാത്രമേ സൃഷ്ടികൾക്ക് മുഴുവനും അഭയം തേടുവാൻ മാർഗമുള്ളൂ, വഴി അത് മാത്രമേയുള്ളൂ. അതല്ലാതെ ഒരു സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിയോടല്ല അഭയം തേടേണ്ടത്. ഈ മഹത്തായ സത്യം പഠിപ്പിക്കാത്ത ഒരു നബിയും കടന്നു പോയിട്ടില്ല. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓ നബിയേ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഒരു റസൂലും വന്നിട്ടില്ല ഈ ലോകത്ത്. അവരൊക്കെ സമൂഹത്തോട് പറഞ്ഞതെന്താണ്? ഞാനല്ലാതെ ഒരാരാധ്യനേ ഇല്ല, അതുകൊണ്ട് എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് വഹി നൽകിക്കൊണ്ടല്ലാത്ത ഒരൊറ്റ നബിയും ലോകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് സർവ്വ നബിമാരും പറഞ്ഞ ഈ ആദർശം അവരത് പറയുക മാത്രമല്ല, അത് അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്നവരാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ. 114 അധ്യായങ്ങൾ. ആ 114 അധ്യായങ്ങളിൽ പല അധ്യായങ്ങളിലായി ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പിന്നീട് വന്ന ഒരുപാട് നബിമാരുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ദുആകൾ ഖുർആനിൽ നിങ്ങൾ എവിടെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിലൊക്കെ അല്ലാഹുമ്മ, അല്ലാഹുവേ, അതല്ലെങ്കിൽ റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അതല്ലെങ്കിൽ റബ്ബി, എന്റെ റബ്ബേ എന്നല്ലാത്ത ഒരു ദുആ കാണാൻ കഴിയൂല. മുൻകഴിഞ്ഞ ഒരു നബിയെ വിളിച്ചുകൊണ്ടുള്ള ഒരു വിളി കാണാൻ കഴിയൂല. ആദം അലൈഹിസ്സലാമിന്റെ ശേഷം വന്നതല്ലേ കാലങ്ങൾക്ക് ശേഷം നോഹ് നബി അലൈഹിസ്സലാം. നോഹ് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, ആദം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. ഏതൊരു നബിമാരുടെ ദുആ ഖുർആൻ പറയുന്നുണ്ടെങ്കിലും അവരൊന്നും അവർക്ക് മുമ്പ് കഴിഞ്ഞ് കടന്നുപോയ നബിമാരെ വിളിച്ചുകൊണ്ട്, അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ, അഗിസ്നാ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളുടെ കരം പിടിക്കണേ, ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ, ഞങ്ങൾക്ക് സന്താനത്തെ തരണേ എന്ന് അവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്കൊക്കെ ഈ ആവശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? നബിമാരായതുകൊണ്ട് രോഗം വരൂലേ? നബിമാരായതുകൊണ്ട് മക്കളെ വേണ്ടേ? നബിമാരായതുകൊണ്ട് അവർക്കും പ്രയാസങ്ങൾ ഇല്ലാതെ വരുമോ? ഉണ്ട്. അവർക്കൊക്കെ ഈ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അയ്യൂബ് നബിക്ക് രോഗം വന്നു എന്ന് മുസ്ലിമീങ്ങളെ നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കുന്നില്ലേ? എന്നിട്ട് ആ രോഗം ശിഫയാകുവാൻ വേണ്ടി അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് കഴിഞ്ഞ് കടന്നുപോയ ധാരാളം നബിമാരുണ്ടായിട്ടില്ലേ? അവരെ ആരെങ്കിലും വിളിച്ചാണോ അയ്യൂബ് അലൈഹിസ്സലാം ദുആ ചെയ്തത്? അല്ലല്ലോ. മറിച്ച് അയ്യൂബ് ഇദ്നാദാ, അയ്യൂബ് വിളിച്ചതാരെയാണ്? റഹ്മാനായ റബ്ബിനോടല്ലേ സങ്കടം പറയുന്നത്. അന്നീ മസ്സനിയദ്ദുർറു, എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചല്ലോ റബ്ബേ, നിന്നോടേ പറയാനുള്ളൂ. വ അൻത അർഹമുർ റാഹിമീൻ, നീയാണല്ലോ അർഹമുർ-റാഹിമായ, ഏറെ കരുണ ചെയ്യുന്ന റഹീം നീയല്ലേ, റഹ്മാൻ നീയല്ലേ. ഈ ദുആയല്ലേ ഖുർആനിലുള്ളത്.
ഇനി മക്കളുടെ ആവശ്യം നബിമാർക്ക് വന്നിട്ടില്ലേ? നബിമാരായതുകൊണ്ട് അവർക്ക് മക്കളൊന്നും വേണ്ട, വിചാരിക്കുമ്പോ അവരുടെ ഭാര്യമാര് പ്രസവിക്കും എന്നൊരു പ്രകൃതം അവർക്കുണ്ടോ? ഇല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ കിട്ടാൻ എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു? സക്കരിയ അലൈഹിസ്സലാമിന് മക്കളെ കിട്ടാൻ എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു? എന്തേ? എന്നിട്ട് അവരാരോടാ അതിന് തേടിയത്? സക്കരിയ നബിയുടെ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഒക്കെ ഖുർആനിൽ കാണുന്നത് റബ്ബിനോടല്ലേ? റബ്ബി ലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി കുട്ടികളെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടിയ തേട്ടമാണത്. മുൻകഴിഞ്ഞു പോയ നബിമാരെ, ഇബ്രാഹിം നബിയെ എനിക്കൊരു കുട്ടിയെ തായോ എന്ന് തേടിയിട്ടില്ല. എന്തേ അവരത് തേടാതെ പോയത്? ഇബ്രാഹിം നബി തേടിയോ? ഇബ്രാഹിം നബിയും റബ്ബിനോട് ചോദിക്കുന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഏതേത് നബിമാരുടെ ദുആകൾ ഖുർആനിലുണ്ടോ? സജ്ജനങ്ങളുടെ ദുആകൾ ഖുർആനിലുണ്ടോ? അവരൊക്കെ തേടിയത് അല്ലാഹുവിനോടാണ്. അവർക്കൊക്കെ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയവരോട് ആദരവില്ലാത്തതുകൊണ്ടാണോ? സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? ബഹുമാനമില്ലാത്തതുകൊണ്ടാണോ? അവരെ വില കുറച്ച് കാണിച്ചതുകൊണ്ടാണോ? അല്ലല്ലോ. മറിച്ച് അവരൊക്കെ ഞങ്ങളോട് പഠിപ്പിച്ചു തന്നത് അവരെയും നമ്മയും സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാനാണ്. ആ ഒരാശയമാണ് അവർ ലോകത്തോട് പറഞ്ഞു തന്നതെങ്കിൽ വളരെ കൃത്യമായി തന്നെ റബ്ബിനോട് നമ്മൾ അവനോട് മാത്രം തേടുമ്പോൾ, അങ്ങനെ അവനോടല്ലാതെ തേടാൻ നമുക്കെന്ത് വകുപ്പാ ഉള്ളത്? പ്രിയ സഹോദരാ സഹോദരി, അല്ല പറഞ്ഞില്ലേ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ശരിക്ക് ചിന്തിക്കണം പ്രിയമുള്ളവരെ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. ആ പേരുകൾ മുഖേന നിങ്ങൾ അവനോട് ദുആ ഇരക്കുവീൻ. ഫദ്ഉഹു ബിഹാ. റഹ്മാനായ റബ്ബിനെ നമ്മൾ ശരിക്കൊന്ന് പഠിക്കണം. അള്ളാനെ പഠിക്കാനുള്ള മാർഗം എന്താണ്? റബ്ബിന്റെ പേരുകൾ പഠിക്കലാണ്. റബ്ബിന് എത്രയെത്ര മുന്തിയ നല്ല നല്ല പേരുകളാണ്. അസ്മാഉൽ ഹുസ്ന എന്ന് കേൾക്കാത്തവരുണ്ടോ? അസ്മാഉൽ ഹുസ്നകൾ ഇങ്ങനെ കലണ്ടറിൽ എഴുതിയിട്ട് ചുമരിന് അലങ്കാരം വെക്കാനുള്ളതല്ല. അത് ടാഗാക്കി കാറിന്റെ മുമ്പിലോ വാഹനത്തിന്റെ മുമ്പിലോ ടാഗാക്കി തൂക്കിയിടാനുള്ളതുമല്ല. മറിച്ച് അതിലെ ഓരോ പേരുകളും നമ്മൾ ശരിക്ക് പഠിക്കണം. എൻ്റെ റബ്ബ് റഹ്മാനാണ്, റഹീമാണ്. അതുപോലെ തന്നെ അവൻ സമീആണ്, ബസീറാണ്, അലീമാണ്, ഖദീർ, മുജീബ്, അർ റഖീബ്, അൽ ഗഫൂർ, അൽ വദൂദ്, അർ റഊഫ്. 10-11 പേരുകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 100-ൽ പരം പേരുകൾ അല്ലാഹുവിനുണ്ട്. ഓരോ പേരുകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനൊരു മഹത്വമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുകയാണ് എൻ്റെ റബ്ബ് ആരാണെന്ന്. എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ഞാൻ പഠിക്കുകയാണ്. എൻ്റെ റബ്ബിന് എന്നോടുള്ള വാത്സല്യം എത്രയാണെന്ന് ഞാൻ ആ പേര് മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ റബ്ബിന് എത്രയാണ് എന്നോട് സ്നേഹം. ഒരു ഉമ്മാക്ക് തൻ്റെ കൈക്കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അർഹമുർ-റാഹിമീനായ റബ്ബിന് നമ്മളോട് സ്നേഹമുണ്ട്. എത്രയാണ് അവന് നമ്മളോടുള്ള സ്നേഹം. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നവനെ വിളിച്ചാലും അവൻ എല്ലാം കേൾക്കും, എല്ലാം അവൻ കാണും, എല്ലാം അവൻ അറിയും, എല്ലാത്തിനും അവന് കഴിവുണ്ട്. ഏത് കാര്യം ചോദിച്ചാലും ഉത്തരം നൽകിയാലും തീർത്താൽ തീരാത്തത്ര ഖജനാവുകൾ അവന്റെ പക്കലുണ്ട്. കൊടുത്താൽ തീർന്നു പോകാത്തത്ര അവന്റെ ഖജനാവിലുണ്ട്. സദാ അവൻ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബാണ്. അവന്റെ ദൃഷ്ടിയിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന്, കേൾവിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഒരു സെക്കൻഡ് നേരമെങ്കിലും നമുക്കിവിടെ ജീവിക്കാനാകുമോ? ആവില്ലല്ലോ. അവനൊന്നും അറിയാതെ പോകുന്നില്ല. ഈ ലോകത്ത് എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതവൻ അറിയുന്നുണ്ട്. ഇനി മനുഷ്യരെന്ന നിലക്ക് നമ്മളിൽ വരുന്ന അപാകതകളൊക്കെ പുറത്തു തരുന്ന ഗഫൂറാണവൻ, ഏറെ പൊറുക്കുന്നവനാണെന്നൊക്കെ കേൾക്കുമ്പോ
നമ്മുടെ മനസ്സില്ല റബ്ബിനോട് തോന്നുന്ന സ്നേഹത്തിന് എത്രത്തോളമാണ് അതിൻ്റെ മാറ്റുകൂടുന്നത്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റബ്ബിനോടുള്ള സ്നേഹം ഇരട്ടിക്കുകയാണ്, ഭയം വർദ്ധിക്കുകയാണ്, ആശ നമുക്ക് കൂടുകയാണ്, ഭക്തി നമുക്ക് വർദ്ധിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്, ഇതൊക്കെയാണ് സർവശക്തനായ എൻ്റെ റബ്ബ് ഇപ്രകാരമൊക്കെയാണെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാണ് മറ്റൊരാളോട് ഞാൻ ദുആ ചെയ്യാൻ പോകുന്നത്? ലോകത്ത് ആരെക്കാളും എന്നോട് സ്നേഹം എൻ്റെ റബ്ബിനാണെങ്കിൽ, കാരുണ്യം എൻ്റെ റബ്ബിനാണെങ്കിൽ, വാത്സല്യം എൻ്റെ റബ്ബിനാണെങ്കിൽ, എന്ത് ചെയ്താലും അവനിലേക്ക് അങ്ങ് ഖേദിച്ചു മടങ്ങിയാൽ പൊറുക്കാത്ത ഒരു പാപവുമില്ല. അത്രത്തോളം അവൻ പാപം പൊറുക്കുന്ന റബ്ബാണ്, തൗബ സ്വീകരിക്കുന്ന റബ്ബാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സർവ പ്രതീക്ഷകളും ആ റബ്ബിലേക്കാണ്. ആ റബ്ബിലാണ് ഞാൻ പിന്നെ എല്ലാം തവക്കുലാക്കുന്നത്. എനിക്ക് പിന്നെ മറ്റൊരാൾ വേണ്ട. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ലോകത്ത് ആ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരെ ആളുകൾ പ്രാർത്ഥിക്കുന്നത്? ഈ റബ്ബിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് ആളുകൾ എന്തിനാണ് നേർച്ച കൊടുക്കുന്നത്, വഴിപാട് നൽകുന്നത്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവരോട് രോഗശിഫക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ അവരോട് ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താ അതിനുള്ള കാരണമെന്നോ? അവരെ അള്ളാനെ അറിയേണ്ട നിലക്ക് അറിയാതെ പോയി. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവര് അള്ളാനെ മനസ്സിലാക്കേണ്ട നിനക്ക് മനസ്സിലാക്കാത്തതാണ് ഇവിടെ ശിർക്ക് വരാൻ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാനെ ശരിക്ക് മനസ്സിലാക്കിയ ഒരാൾക്ക് മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം അവർക്കറിയാം തൻ്റെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള ശക്തി ഖാലിഖായ റബ്ബ് മാത്രമേയുള്ളൂ. മറ്റുള്ളതൊക്കെയും മഖ്ലൂഖുകളാണ്. സർവ മഖ്ലൂഖുകൾക്കും റബ്ബിനെയാണ് ആവശ്യമുള്ളത്. റബ്ബിനാവട്ടെ ആരെയും ആവശ്യവുമില്ല. അത്രത്തോളം ഏകനായ അഹദായ സമദായ ആ റബ്ബ് മതി എനിക്ക് പ്രാർത്ഥിക്കാൻ എന്ന ഒരാശയത്തിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ അവൻ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ലോകത്ത് എല്ലാ സമൂഹങ്ങളിലും ശിർക്ക് വന്നു. പല നബിമാരുടെയും അനുയായികൾ അഥവാ അവർ അയക്കപ്പെട്ടിട്ടുള്ള നാട്ടുകാർ അള്ളാനെ തെറ്റായാ മനസ്സിലാക്കിയത്. അള്ളാഹു ഉണ്ട് എന്നൊക്കെ അവർ വിശ്വസിച്ചു. നബിതങ്ങൾ വരുന്ന കാലത്ത് അറേബ്യൻ മുശ്രിക്കുകളുടെ അവസ്ഥയും അത് തന്നെയാ. അവര് അല്ലല്ല എന്ന് പറഞ്ഞവരല്ല. ആരാ ആകാശഭൂമികൾ പടച്ചത്? ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് എല്ലാം കേൾക്കാൻ കഴിവുള്ളത്? ആർക്കാണ് എല്ലാം കാണാൻ കഴിവുള്ളത്? ആരാണ് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ അറേബ്യൻ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവരും പറഞ്ഞിരുന്ന മറുപടി അള്ളാഹുവാണെന്നാണ്. അത് പറഞ്ഞിട്ട് അള്ള പറയാണ്, ആ ഹക്കായ റബ്ബാണ്, അവനാണ് നിങ്ങളുടെ ഹക്കായ അള്ളാഹു. ആ റബ്ബാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള റബ്ബ്. ആ ഹക്കിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ഇനി മറ്റു മാർഗങ്ങൾ തേടിപ്പോയാൽ നിങ്ങൾ പിഴക്കും. എവിടുക്കാ നിങ്ങൾ ഈ തെറ്റിപ്പോകുന്നത് എന്ന് ഗൗരവത്തോടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്ത് നബിമാര് വന്നപ്പോ ആ നബിമാര് നേരിട്ട ജനങ്ങളൊക്കെ അല്ലല്ല എന്ന് പറഞ്ഞവരല്ല. അള്ളെ കണ്ട് അള്ളന്നെ എല്ലാം പഠിച്ചത്, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്, അള്ളയാണ് ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത് എന്നൊക്കെ തന്നെയാ അവരും പറഞ്ഞത്. പക്ഷെ അവർക്ക് പറ്റിയ തകരാറെന്താ? ഈ അള്ളാഹിനോട് നേരിട്ട് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് ഉത്തരം തരൂല. അതുകൊണ്ട് മഹാന്മാരായ ആളുകളോട് പറയണം, അവര് അള്ളാഹിനോട് പറയും, അപ്പൊ നമ്മുടെ കാര്യം നേടിത്തരും. ഇത് അള്ളാഹുവിനെ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ അപകടമാണ് സഹോദരങ്ങളെ. ഇത് നമ്മൾ എത്ര തവണ സമൂഹത്തോട് പറഞ്ഞതാണെന്നറിയോ? നമ്മൾ ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ മുഹീദ്ദീൻ ശൈഖിനെയും ബദരീങ്ങളെയും അതേപോലെ തന്നെ മരിച്ചു മൺമറഞ്ഞു പോയവരെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ശിർക്ക് ചെയ്യുന്നത്? അപ്പോൾ അവര് പറയും നമ്മളോട്, ഞങ്ങൾ അള്ളാനെ പോലെ അള്ളയിച്ചിട്ടൊന്നുമല്ല, ലോകം പടച്ചത് ഇവരാനൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല, അള്ള കൊടുത്ത കഴിവ് കൊണ്ടാ ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുക.
ഇവർക്കൊക്കെ നമ്മുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ അള്ള പണ്ടേ കഴിവ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, ഇത് തന്നെയല്ലേ മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചത്? അവരും അള്ളാഹുവിനാണ് സർവ്വ കഴിവുകളും വകവെച്ചു കൊടുത്തത്. പിന്നെ അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്കൊക്കെ അള്ള കൊടുത്ത കഴിവേയുള്ളൂ എന്നാണ് അവരും പറഞ്ഞത്. തെൽബിയത്തിൽ പോലും അവർ ചൊല്ലിയത് അതാണ്, അള്ളാഹുവേ നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, ഒരു പങ്കാളി നിനക്കുണ്ട്, എന്നാൽ ആ പങ്കാളിയുടെ കഴിവുകളും ആ പങ്കാളിക്ക് സ്വന്തമുള്ളതല്ല. നീയാണ് ആ കഴിവുകളുടെ ഒക്കെ ഉടമ, നീ കൊടുത്ത കഴിവുകളെ അവർക്കെല്ലാം ഉള്ളൂ. അത്തരത്തിൽ നീ കൊടുത്ത കഴിവുകളുള്ള ചില പങ്കാളികൾ നിനക്കുണ്ട്. ഇതായിരുന്നു അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലെങ്കിലും പറഞ്ഞോ, എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ഇവരൊക്കെ സഹായിക്കുന്നത് എന്നുള്ളതാണോ നിങ്ങളുടെ വാദം, നിങ്ങളുടെ വിശ്വാസം? എങ്കിൽ തകരാറില്ല എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മറിച്ച് അവരുടെ ആ വിശ്വാസത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ കാന്തപുരം മുസ്ലിയാർ പോലും അംഗീകരിക്കുന്നുണ്ട് ഇപ്പോ എന്ത്? അറേബ്യൻ മുശ്രിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ അറിയാമായിരുന്നു, അള്ളാഹുവാണ് എല്ലാം പടച്ചത് എന്നൊക്കെ അവരും വിശ്വസിച്ചിരുന്നു. പിന്നെ അവര് മുശ്രിക്കുകളായി പോകാൻ കാരണം എന്താ? അവരല്ലാഹനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. അവര് അള്ളാഹനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല, ഈ സമൂഹവും അള്ളാഹനെ അറിയേണ്ട നിലക്ക് അറിയുന്നില്ല. റബ്ബങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ കുറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവര് പറയുന്നത്. അവരും പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ അള്ള ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ അള്ള ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. നിങ്ങൾ അവരോട് പറഞ്ഞോളൂ നിങ്ങളുടെ കാര്യങ്ങൾ, അവർ നിങ്ങളെ രക്ഷിക്കും, സഹായിക്കും. അത് ഞാൻ അവരെ ഏർപ്പാട് ചെയ്തതാണ്, അത് ഞാൻ അവർക്ക് കൊടുത്ത കഴിവാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത്. ഇത് തന്നെയാണ് അറേബ്യൻ മുശ്രിക്കുകളും പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിയാര് പോലും ഇപ്പൊ പറയണത് അറേബ്യൻ മുശ്രിക്കുകൾക്കും അള്ളണ്ട്, അള്ളയാണെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാമായിരുന്നു. പിന്നെ അവർക്ക് ശിർക്ക് വരാൻ കാരണം അള്ളാഹനെ അറിയേണ്ട നിലക്ക് അറിയാതെ പോയതാണ്. ആ ഭാഗം നിങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ. അപ്പൊ അന്നത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളായിരുന്നില്ല. ആരാ പറയുന്നത്? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ. ഇതിവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം നാദാപുരത്ത് വെച്ച് ഒരുപാട് കാലം ഖണ്ഡനം നടന്ന കാലത്ത് നമ്മൾ ഇക്കാര്യം മറുപക്ഷത്തുള്ള ആളുകളോട് പറയുമ്പോഴെല്ലാം അവര് പറഞ്ഞിരുന്നത് അറേബ്യൻ മുശ്രിക്കുകൾ അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മറിച്ച് അവര് വേറെ ഏതോ ഒരു വസ്തുവിന് അള്ളാഹ് പേരിട്ടതാണ്. അത് സാധാരണ നമ്മൾ പറയുന്ന അള്ളയൊന്നുമല്ല, വേറെ ഏതോ ചില ശക്തികൾക്ക് അവര് അള്ളാഹ് പേരിട്ടതാണ് എന്നായിരുന്നു അന്ന് അവിടെ സംസാരിച്ചിരുന്ന പേരോട് മുസ്ലിയാർ പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന അതേ കാര്യം ഇന്നിപ്പോ വളരെ വൈകിയാണെങ്കിലും അസുഖങ്ങൾക്കൊക്കെ ശേഷം ഈ അടുത്ത കാലത്ത് കാന്തപുരം മുസ്ലിയാർ സമ്മതിക്കുകയാണെന്ന് അള്ളാഹുവിനെ അവരും തള്ളിയിട്ടില്ല. അപ്പൊ അതേതാ അള്ളാഹ്? അവരുടെ തട്ടിക്കൂട്ട് അള്ളയല്ല,
വിശുദ്ധ ഖുർആൻ പറഞ്ഞ നമ്മൾ പരിചയപ്പെടുത്തുന്ന അതേ അല്ല തന്നെ അവർക്കറിയാം. പിന്നെ അവർ മുശ്രിക്കായത് എന്തുകൊണ്ടാണ് ശേഷം മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്. എന്താണ് കാരണമായി പറയുന്നത്? അവർക്ക് പിന്നെ ശിർക്ക് വരാൻ കാരണം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല, പിന്നെ അവർ നബിയിൽ വിശ്വസിക്കാത്തത് കൊണ്ടും എന്നിങ്ങനെ ശേഷം അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, കാര്യം വളരെ വ്യക്തമാണ്. ഇതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളും ഈ ഒരവസ്ഥയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇത് നിങ്ങൾ ശരിക്ക് വിഷയം ഗ്രഹിക്കണം. അപ്പോ ഈ ഒരവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ഇനി വഴി എന്തേയുള്ളൂ? അള്ളാനെ ശരിക്ക് അറിയാത്തത് കൊണ്ടാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ ഇനി അതിനുള്ള ചികിത്സ എന്താണ്? അള്ളാനെ ശരിക്ക് അറിയുക തന്നെ. അള്ളാഹുവിനെ ശരിക്ക് അറിയുവാനുള്ള മാർഗം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളിലൂടെ അവനെ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ലോകത്ത് എല്ലാം കാണാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേയുള്ളൂ. എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേയുള്ളൂ. എല്ലാം അറിയാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അത് വേറെ ആരിലെങ്കിലും ഞങ്ങൾ സങ്കല്പിച്ചാൽ അത് അവരിൽ അള്ളാഹുവിൽ അവരെ നമ്മൾ പങ്കുചേർക്കലായി. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു അല്ല നമ്മളെ കാണുന്നുണ്ട്. എവിടുന്ന് വിളിച്ചാലും അല്ല നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സ് പോലും കാണുന്നുണ്ട്. ഇതേ വിശ്വാസമാണ് മറ്റുള്ളവരോട് വിളിച്ചു തേടുമ്പോഴും മടവൂർ ശൈഖേ രക്ഷിക്കണേ, മുനമ്പത്ത് ബീവി കാക്കണേ. ഇനി അതല്ലെങ്കിൽ ആരൊക്കെയാണോ വിളിക്കുന്നത് അവരെയൊക്കെ വിളിക്കുമ്പോൾ വിളിക്കുന്നവന്റെ വിശ്വാസം എന്താണ്? എൻ്റെ വിളി ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും അവർ എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എൻ്റെ ഹൃദയം പോലും അവർ കുപ്പിയകത്തുള്ള വസ്തുവിലുള്ള ഒരു വസ്തുവിനെ കാണുന്നത് പോലെ എൻ്റെ ഹൃദയം അവരെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെയാണ് അവർ. മാത്രമല്ല ലോകം മുഴുവൻ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറയാത്ത വാദം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അർശ് മുതൽ 7 ഭൂമിയുടെയും അടിത്തട്ടിലുള്ള ഫർശ് വരെ, അർശ് മുതൽ ഫർശ് വരെ ഔലിയാക്കളാണത്രേ നിയന്ത്രിക്കുന്നത്. എല്ലാം അവർ നിയന്ത്രിക്കുന്നു. ഇവിടെയുള്ള എല്ലാത്തിനെയും അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ഉറക്കമില്ല, അവർക്കും മയക്കമില്ല. കാരണം അവരൊന്ന് മയങ്ങിയാൽ, അവരൊന്ന് ഉറങ്ങിയാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, കപ്പലുകൾ തകർന്ന് തരിപ്പണമാകും, സൂര്യചന്ദ്രന്മാര് തകർന്നു വീഴും, ലോകം മൊത്തം അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് അവർക്ക് അള്ളാനെ പോലെ ഉറക്കമില്ല, അവർക്കും മയക്കമില്ല. അവർ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമ്മുടെ സംസാരങ്ങൾ കേൾക്കുകയാണ്, എപ്പോഴും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തവർ ഹാജരാവുകയാണ്. ഈ വിധത്തിലുള്ള പ്രത്യേകതകളൊക്കെ നമ്മുടെ റബ്ബിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. അത് ഈ മറ്റുള്ള ആളുകളിൽ ഇവർ സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. അക്കാര്യങ്ങളിലൊക്കെ അവർ റബ്ബിലതാ അവർ ശിർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അരുത് ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കല്ലേ. മുസ്തഫ ലോകത്തോട് പ്രഖ്യാപിച്ചു, പ്രഖ്യാപിക്കാൻ അല്ലാഹു പറഞ്ഞതാണ്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ, പ്രഖ്യാപിക്കൂ നബിയെ, ഇന്നമാ ദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ഒരു നബിയെയോ ഒരു മലക്കിനെയോ ഒരു ജിന്നിനെയോ ഒരു കല്ലിനെയോ ഒരു മരത്തെയോ മറ്റേതെങ്കിലും ജീവജാലങ്ങളെയോ എൻ്റെ റബ്ബിനെ വിളിക്കുന്ന സ്ഥാനത്ത് ഞാൻ വിളിക്കൂല, വിളിച്ച് സഹായം തേടൂല. ഇത് കൃത്യമായി ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്നതിന് പകരം സർവശക്തനായ റബ്ബിന്റെ പ്രത്യേകമായ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ, ഔലിയാക്കന്മാരാണ്, ബീവിമാരാണ്, തങ്ങന്മാരാണ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ചില ആളുകളിലേക്ക് ജനങ്ങൾ അങ്ങനെ ചേർത്തി പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ അങ്ങനെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് പറയുമ്പോഴാണ് നമ്മെക്കുറിച്ച് ആരോപണം പറയാറുള്ളത്. ഇവർക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ല, ഇവർ ഔലിയാക്കളെ തള്ളുന്നവരാണ്. സഹോദരന്മാരെ, നമുക്കെങ്ങനെയാണ് ഔലിയാക്കളില്ല എന്ന് പറയാൻ കഴിയുക?
കാരണം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ 62-ാമത്തെ ആയത്തിൽ ഔലിയാക്കളെ കുറിച്ചല്ലേ അല്ലാഹ് പറയുന്നത്? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, തീർച്ചയായും അല്ലാഹുവിന്റെ മിത്രങ്ങൾ ഔലിയാ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖിക്കുന്നവരുമല്ല. എന്തേ കാരണം? ആരാണവർ? എന്താണ് അവരുടെ പ്രത്യേകത? പഠിച്ചു വെക്കൂ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് ഔലിയാക്കളെന്ന് പഠിക്കണം. അവർ മുഅ്മിനീങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള ശരിയായ വിശ്വാസം അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട്. തീർന്നില്ല, അതിന് അനുയോജ്യമായ നിലക്ക് ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ അവർ ചെയ്യും. ഏതൊക്കെ ചെയ്യാൻ പാടില്ലയോ അതിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കും. അങ്ങനെ ഒരു ദോഷം വരാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളാണ് റബ്ബിന്റെ ഔലിയാ. ആ സ്ഥാനത്തേക്ക് ഉയരാൻ നമുക്കല്ലാഹ് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. കാരണം എന്തേ ജനങ്ങളെ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ, റബ്ബിൽ യഥാർത്ഥമായ നിലക്ക് വിശ്വസിച്ചാൽ, റബ്ബ് അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് നിർബന്ധങ്ങളൊക്കെ ചെയ്തു സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. ആ നിലക്കുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു വിഭാഗം ആളുകൾ ലോകത്തില്ല എന്ന് പറയുന്നവരാണ് സലഫികൾ എന്ന് നമ്മെക്കുറിച്ച് ചിലരൊക്കെ കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട്. ഔലിയാക്കളെ തള്ളുന്നവരല്ല നമ്മൾ, കറാമത്ത് നിഷേധിക്കുന്നവരല്ല നമ്മൾ, അമ്പിയാക്കളെ തള്ളുന്നവരല്ല നമ്മൾ, മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നവരല്ല നമ്മൾ. പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഔലിയാക്കൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോ ആളുകളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചിത്രം എന്താണ്? 5 നേരം നിസ്കരിക്കുന്ന, റമദാനിൽ നോമ്പെടുക്കുന്ന, സുന്നത്തു നോമ്പുകളടക്കം നിർവഹിക്കുന്ന, സുന്നത്തു നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന, കൃത്യമായി തന്നെ സാമ്പത്തികമായ ഇടപാട് നടത്തുന്ന, കഴിവുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, നല്ല നല്ല സ്വഭാവത്തിലും വൃത്തിയിലുമൊക്കെ നടക്കുന്ന ആളുകളെ കുറിച്ചാണോ നമ്മുടെ മനസ്സിൽ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞാൽ വരുന്നത്? അല്ല. കാരണം അവരെയൊന്നും ആളുകൾ എന്ന് ഔലിയാക്കളൊന്നും പറയൂല. മറിച്ച് അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളുകൾ ഒരു ദിവസം അതാ അവരുടെ നിസ്കാരം ഒഴിവാക്കുന്നു, പള്ളിയിൽ വരുന്നത് കാണുന്നില്ല. ജുമാക്ക് വന്നിരുന്നയാള് ജുമാക്ക് വരുന്നില്ല, നോമ്പെടുത്തിരുന്നയാള് നോമ്പെടുക്കുന്നില്ല, കുളിച്ചിരുന്നയാള് കുളിക്കുന്നില്ല, വൃത്തിയാകുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഇങ്ങനെ കാണുമ്പോ ഒരു പച്ച പുതപ്പ് കരിമ്പടം പുതച്ചിട്ടുണ്ട്, താടിയും മുടിയും ഒക്കെ വികൃതമായ നിലക്ക് ഇങ്ങനെ അതിൽ ഈ വെറ്റിലയൊക്കെ ചവച്ചിട്ടതിന്റെ നീരിങ്ങനെ ഒലിപ്പിച്ചിട്ടുണ്ട്. കുറെ വലിപ്പത്തിലുള്ള മാലമണികളുള്ള ചില തസ്ബീഹ് മണികൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നുണ്ട്. കയ്യിലൊരു വടിയുമുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ ഒരാളെ കണ്ടാൽ അപ്പൊ പറയും അയാൾ വലിയ ഔലിയ പാപ്പയാണ്, തങ്ങളാണ്. ഇതാണോ ഇസ്ലാം പറഞ്ഞ തങ്ങൾ? നിങ്ങൾ നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഔലിയാക്കൾ, ലോകം കണ്ട ഔലിയാക്കളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേരത്തെ നിസ്കാരം മുടക്കിയിട്ടുണ്ടോ? ഒരു വഖത്ത് നിസ്കാരം അവിടുന്ന് ജീവിതത്തിൽ നിർത്തിവെച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രയാസപ്പെട്ട രോഗം വന്ന ഘട്ടത്തിൽ പോലും ഓർമ്മയില്ലാതെ ബോധം കെട്ട് വീണ് കിടന്ന് ഓർമ്മ വരുമ്പോഴൊക്കെയും മുത്ത് മുസ്തഫ ചോദിച്ചത് നിസ്കാരം കഴിഞ്ഞോ? പ്രയാസപ്പെട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് വേച്ച് ബുദ്ധിമുട്ടിയിട്ട് നടന്നുപോയി നിസ്കാരം നിർവഹിച്ച നേതാവാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അവസരത്തിൽ ഇന്നതാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽപ്പെട്ടവരെന്ന് പറയുന്ന ആളുകൾ ചിലര് പറയുകയാണ്, ഔലിയാക്കൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും നമ്മളൊന്നും പറയാൻ പാടില്ല, അവർക്കൊരുപാട് തടിയാണ്, ഇക്കാണുന്ന ഒരൊറ്റ തടിയല്ല ഉള്ളത്, അവർക്ക് 100-300 തടിയുണ്ട്.
10-600 തടികളുണ്ട്. ഇഷ്ടം പോലെ സ്ഥലത്ത് അവർക്ക് ഒരേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയും. പക്ഷേ നമ്മൾ കാണുന്ന തടി നിസ്കരിക്കുന്നില്ലെങ്കിലും അവരൊക്കെ ഓരോ സമയത്തും മക്കത്തേക്ക് പോകുന്നുണ്ട്. ളുഹറിന്, അസറിന്, മഗ്രിബിന്, ഇശായിന്, ഫജ്റിനൊക്കെ ഡെയിലി മക്കത്ത് പോയി ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുണ്ടത്രേ. ഇതൊക്കെയല്ലേ ഔലിയാക്കളെ കുറിച്ച് ഇവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടുകാരനായ മടവൂര് നിസ്കരിക്കാറില്ല എന്നല്ലേ അവർ എഴുതി വെച്ചത്. ഇത് സലഫികൾ അയാളെ കുറിച്ച് നുണ പറയുകയല്ലല്ലോ. മടവൂരിന്റെ മഹത്വം എഴുതാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, അയാൾ ജുമാക്ക് പോകൂല, അയാൾ ജമാഅത്തിന് പോകാത്തൊരു കാലമുണ്ടായി. അങ്ങനെ നിസ്കരിക്കാത്തതെന്താന്ന് ചോദിച്ചപ്പോ അയാൾ കൈപ്പത്തി ഇങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുത്തു. അതില്ലപ്പോൾ കഅബ ഇങ്ങനെ തെളിയുന്നുണ്ട്. ആ കഅബക്ക് ചുറ്റും ഇമാമായി നിസ്കരിക്കുന്നത് CM മടവൂരാണത്രേ. ഈ പൊട്ടത്തരം എഴുതി വെച്ച പുസ്തകം ഇന്നും വിൽക്കുകയാണ്. ഇത് ഈ സമൂഹം വിശ്വസിക്കുകയാണ്. ഇവരൊക്കെ 5 നേരവും ഇവർ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും ഒന്നും പറയാൻ പാടില്ല. കാരണം അവരുടെ കുരുത്തക്കേട് തട്ടും. നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചവർ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കരുതത്രേ. അവരങ്ങനെ ഹറമിലും വിശുദ്ധ സ്ഥലങ്ങളിലുമൊക്കെ പോയി നിസ്കരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചോളണം. ഈ വിശ്വാസം പ്രിയമുള്ളവരെ ആര് പഠിപ്പിച്ചതാ? ഇത് വിശുദ്ധ ഖുർആനിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും നിലക്ക് നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പ് മഹാന്മാർക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലല്ലേ നിസ്കാരം ഒഴിവാക്കുക? അങ്ങനെ ഉണ്ടോ? അള്ളാഹിന്റെ റസൂല് ആ വിധത്തിൽ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടോ? CM മടവൂരിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് പലപ്പോഴും നോമ്പെടുക്കൂല റമദാനിൽ. തന്നെ കാണാൻ വരുന്നവരെ നിർബന്ധിപ്പിച്ച് ചായ കുടിപ്പിക്കും റമദാനിന്റെ പകലിൽ. അയാൾ കുടിക്കും, കുടിച്ച ബാക്കി കാണാൻ വരുന്ന ആളുകൾക്ക് കുടിപ്പിക്കും. അങ്ങനെ അയാൾക്കോ നോമ്പില്ല, വരുന്നവരെ കൊണ്ടും നോമ്പ് മുറിപ്പിക്കും. എന്നിട്ടും പറയുന്നു അയാളാണത്രേ മുദബ്ബിറുൽ ആലം, അയാളാണത്രേ ഖുതുബുൽ ആലം, അയാളാണത്രേ ലോകത്തിന്റെ കൺട്രോളർ, അയാളാണത്രേ ഔലിയാക്കളിൽ ഉന്നതനായ വ്യക്തി, അയാളാണത്രേ ശ്വാസം പോലും നമുക്ക് നൽകുന്നത്, വെള്ളം നൽകുന്നതും വായു നൽകുന്നതും നമുക്ക് ആരോഗ്യം തരുന്നതും അയാളാണത്രേ. അയാൾക്ക് ഉറക്കമില്ലത്രേ, മയക്കമില്ലത്രേ. ലോകം മൊത്തം അയാൾ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണത്രേ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചോ, അത്തരം കൂടാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോ? കാരണം ഇത് ഇസ്ലാമല്ല. ഇവർ പറയുന്നത് വേറെ ഏതോ ഒരു ദീനാണ്. അതും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവർ പറയുന്ന ഔലിയാക്കൾ അത് ഇസ്ലാം പറയുന്ന ഔലിയാക്കളല്ല. എന്ത് തോന്നിയാസവും അവരുടെ പേരിൽ ചെയ്യാണ്. അവർക്ക് ഏത് തോന്നിവാസവും ചെയ്യാനാണ്. എത്രത്തോളം ഈ കാസർഗോഡ് ജില്ലയിൽ, ഇവിടെ ഉപ്പളയിൽ വെച്ച് സംസാരിക്കുമ്പോ ഈ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്നൊരു മഹാപണ്ഡിതൻ എന്ന് പറയുന്ന മുസ്ലിയാർ വളരെ പരസ്യമായി ചില കഥകൾ നാട്ടുകാരോട് പറയുന്നില്ലേ? അയാൾ പറയുന്ന ഒരു കഥ നിങ്ങൾ ആലോചിച്ചു നോക്കണം. മഹാന്മാരായ ആളുകളെ കുറിച്ച് അവർ പറയുന്നത്, മഹാന്മാരെന്ന് പറയപ്പെടുന്നവരെ കുറിച്ച് പറയുന്നത്, അവർക്കൊക്കെ പലപ്പോഴും ആളുകളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഔലിയാക്കന്മാരെ മനസ്സിലാക്കാതെ, ഔലിയാക്കന്മാരാരാന്ന് തിരിയാതെ, അവരിൽ കാണുന്ന തെമ്മാടിത്തങ്ങളെ പണ്ഡിതന്മാര് ചോദ്യം ചെയ്തപ്പോ പണ്ഡിതന്മാര് അപകടത്തിൽപ്പെട്ടു എന്നായി ഇയാൾ പ്രസംഗിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. അയാൾ പറയുന്നൊരു കഥയുണ്ട്, രസകരമായൊരു കഥയാണ്. അത് അയാളെ കൊണ്ട് ഞാനൊന്ന് പറയിപ്പിക്കാം, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി അല്ല സിറാജുദ്ദീൻ അൽ ബുൽഖൈനി തങ്ങളാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവർ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവർ പള്ളിയിലിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വെക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വെക്കുന്നുണ്ട്. കഞ്ചാവ് ഹറാമല്ല, ഇപ്പൊ വലിയ ആഫത്ത് വന്നത് തന്നെയല്ലേ. കഞ്ചാവ് വെക്കുന്ന ആളാണെന്ന് ആട്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വരുമ്പോ, പള്ളിക്ക് വരുമ്പോ ഇയാളെ കണ്ടപ്പോ അയാൾ ആ ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പള്ളിക്ക് വന്ന്. ആര്? ഒന്നിരിക്കലോ ഈ 2 ഇമാമിങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാൾ, എനിക്ക് ശരിക്കും ഉറപ്പില്ല. ഹലോ സാർ, വന്നിട്ട് നിസ്കാരത്തിന് ഇക്കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിന് നിന്നിട്ട് കൈ കെട്ടിട്ട് ഫാത്തി ഓതുമ്പോൾ ഫാത്തി അറിയില്ല. ഞാനൊന്ന് വിശദീകരിക്കട്ടെ, വേഗം കാര്യം മനസ്സിലായി പോകാൻ വേണ്ടിയിട്ടാ.
മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ആരാ അദ്ദേഹം? സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ, ഹാഫിളായ പണ്ഡിതൻ, ഖുർആൻ മുഴുവൻ ചെറുപ്പത്തിലെ മനപ്പാഠമാക്കിയ മഹാനായ പണ്ഡിതൻ ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പോവുകയാണ്. നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പള്ളിക്ക് പുറത്ത് ഒരു ചങ്ങാതി നിന്ന് ഗഞ്ച വിൽക്കുന്നുണ്ട്, കഞ്ചാവ് വിൽക്കുകയാണ്. ആൾക്കാർക്കൊക്കെ കഞ്ചാവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇമാമിന്റെ ബാധ്യതയല്ലേ, പുറത്തൊരു തെറ്റ് കണ്ട അയാൾ എതിർക്കൂലേ? ഈ ഇമാം ഈ മനുഷ്യനോട് പറഞ്ഞു, പള്ളിന്റെ പുറത്ത് കഞ്ചാവ് വെക്കുകയെന്ന് പറഞ്ഞ അയാൾ ആട്ടിപ്പായിച്ചു. ഇവിടെ കഞ്ചാവ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തുണ്ടായി? ഇയാളതും പറഞ്ഞ് അയാളെ പാട്ടി പറഞ്ഞയച്ച് ഇദ്ദേഹം പോയിട്ട് ഇമാമിനായി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നോക്കുമ്പോ ഖുർആൻ മുഴുവൻ മനപ്പാടമുള്ള ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനിക്ക് ഫാത്തിഹ പോലും കിട്ടുന്നില്ല, മറന്നുപോയി. മുഴുവൻ അങ്ങ് മറന്നുപോയി. ഒരക്ഷരം അയാൾക്ക് ഓതാൻ കിട്ടുന്നില്ല, ആകെ മറന്നുപോയി. എങ്ങനെയൊക്കെയോ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇയാളെ തെരഞ്ഞപ്പോഴാണ് ഇയാളെ കുരുത്തക്കെട്ട് തട്ടിയതാണ്. ആരെന്താ കഞ്ചാവ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അയാളുടെ അടുക്കൽ പോയി മാപ്പ് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്താ വിചാരിച്ചത്? എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞത് എന്താ കഞ്ചാവ് എന്നറിയോ? എന്റെ സാധാ കഞ്ചാവൊന്നുമല്ല, ഇതൊക്കെ വലിയ കഞ്ചാവാ എന്നൊക്കെ പറഞ്ഞ് എന്റെ ഇൽമൊക്കെ ഞാൻ ഊരിയെടുത്തിട്ട് അപ്പുറത്തൊരു കോഴിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കോഴിനെ പിടിച്ചിട്ട് നീ അറുത്ത് തിന്നാൻ എനിക്ക് നഷ്ടപ്പെട്ട ഇൽമൊക്കെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ഇയാളെ മടക്കി വിട്ടു. ഇങ്ങനത്തെ പൊട്ടൻ കഥ ഈ 2024 വിശ്വസിക്കുന്ന ജനങ്ങളീ നാട്ടിലില്ലേ? അതുകൊണ്ട് ഇനി അയാൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇനി അയാൾ പറയട്ടെ. ഫാത്തിഹ ഓതുമ്പോ ഖുർആന്റെ ഖുർആൻ ഹാഫിളാണ് അവർ, ഒരൊറ്റ ആയത്ത് ഓർമ്മയില്ല. കൈ കെട്ടിട്ട് നോക്കുമ്പോ അല്ലാ എന്താ ഇപ്പൊ ഇത് ഇയാളെ പറഞ്ഞതിൽ വന്നതപ്പ എന്നെല്ലാം പറഞ്ഞ് ചുരുക്കി പറഞ്ഞിട്ട് പോയിട്ട് മാപ്പ് ചോദിച്ചു മൂപ്പരോട്. അപ്പൊ മൂപ്പർ പറഞ്ഞെന്താണ്, ഞാൻ കഞ്ചാവ് എന്ന് പേരിട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ അത് വലിച്ചെങ്ങോ നിസ്കരിക്കാൻ തുടങ്ങും. കള്ളു കുടിക്കുന്നവൻ അത് വലിച്ചാല് കള്ളുകൂടി മതിയാക്കും. അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പറഞ്ഞ്? അതാ നിന്റെ ഇൽമല്ല, അത് ആ കോഴിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കോയിനെ അറുത്തിട്ട് കുട്ടിക്കോന്ന് പറഞ്ഞു. ആ കോഴിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനെ അറുത്തിട്ട് കുട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ആ കോയിനെ വേണ്ടിയിട്ട് അറുത്തിട്ട് കൂട്ടിട്ടാകുമ്പോ പഴയ പോലെ തന്നെ ശരിയായി. കണ്ടില്ലേ? ആ കോയിനടുത്ത് കൂട്ടിയപ്പോ അയാൾക്ക് മറന്നുപോയ ഇൽമൊക്കെ തിരിച്ചു കിട്ടിയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുമല്ലോ ഇപ്പൊ ഇതില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ പ്രസംഗിച്ചതാ ഒരു മനുഷ്യൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളൊക്കെ മഹാപണ്ഡിതനായിട്ടാണ് ആളുകൾ കാണുന്നത്. എന്തേ ഇപ്പൊ മഹാനായ അസ്ഖലാനി ഇമാമിന് പറ്റിയത്? പള്ളിന്റെ പുറത്ത് കഞ്ചാവ് വെക്കുന്ന ആളോട് കഞ്ചാവ് വെക്കരുതേ എന്ന് പറഞ്ഞപ്പോ കുരുത്തക്കെട് കെട്ടീന്ന്. അപ്പൊ ഇവരുടെ ഔലിയാക്കന്മാർക്ക് നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, കള്ളും കുടിച്ചങ്ങനെ നടക്ക, ഗഞ്ചിയും വലിച്ചങ്ങനെ നടക്ക. ചോദിച്ചാ പറയും ഇത് എന്റെ സാധാ കഞ്ചാവൊന്നുമല്ല, എന്റെ കഞ്ചാവ് ആരെങ്കിലും വലിച്ചാൽ നിസ്കാരമില്ലാത്തോ നിസ്കാരം തുടങ്ങും, കള്ളുകൂടിയുള്ളോ കള്ളുടി മാറ്റുന്നു. വല്ലാത്ത കഞ്ചാവല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി മാത്രല്ല, ഈ മുസ്ലിയാര് തന്നെ പറയുന്നുണ്ട് വേറൊരു കഥ. അതെന്താ കഥ എന്നറിയോ? ഇമാം ഗസ്സാലിന്റെ ഇത്ര കള്ള് ഷാപ്പിൽ ഇരുന്നപ്പോ കള്ള് ഷാപ്പിലേക്ക് ഇമാം ഗസ്സാലി എന്താ ഈ പറയണത്? ഇതൊക്കെ നമ്മളാണ് പറഞ്ഞത് എന്നൊന്ന് വിചാരിച്ചു നോക്കൂ നിങ്ങൾ. ഇമാം ഗസ്സാലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ കള്ള് ഷാപ്പ് കയറിയപ്പോ കള്ള് കൊടുത്തപ്പോ മൂപ്പര് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ കള്ള് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗസ്സാലി ചെയ്തത് എന്താണെന്ന് കേട്ടോക്കി. അയാൾ തന്നെ പറയട്ടെ. ബഹുമാനപ്പെട്ട ഗസ്സാലി മാമൻ തങ്ങളെ കണ്ടപ്പോ ഒരു ഗ്ലാസ് കള്ളെടുത്തിട്ട് കൊടുത്ത്. ഗസ്സാലി മാമൻ എന്ത് വിചാരിച്ച്? ഇത് കള്ളാണ്. ഗസ്സാലി മാമനിക്ക് ആദ്യം മനസ്സിലായി, അപ്പൊ തന്നെ കുടിച്ചിരുത്തി. അതിന് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ബേജാറാണെന്ന് പറഞ്ഞിട്ട് അതിനെന്താക്കി, കമീസിന്റെ ഉള്ളിലേക്ക് ഒഴിച്ച്. എന്നിട്ട് ആ കമീസിനെ കഴുകിയതായ വെള്ളാട്ടി ഉണ്ടല്ലോ ഗസ്സാലി മാമന്റെ പണിക്കാരത്തി, ഈ കള്ള് ഒഴിച്ച ഈ പറയുന്ന കള്ള് ഒഴിച്ച കമീസിനെ കഴുകിയ ആ വെള്ളാട്ടിന്റെ വായിലേക്ക് ഒരു തുള്ളി കഴുകുമ്പോ അതിന്റെ വെള്ളം തെറിച്ചത് കൊണ്ട് ആ വെള്ളാട്ടി വലിയൊരു ആലിമത്തായിരുന്ന ചരിത്രം പറയുന്നത്. പിന്നെ ഗസ്സാലി മാമൻ എനിക്ക് മനസ്സിലാക്കി, ഞാൻ അപ്പനെ കുടിച്ചിരുത്തിയായിരുന്നു. അപ്പൊ അത് കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഞാനും നീയും മനസ്സിലാക്കുമ്പോഴത്തെ കള്ള് ഷാപ്പൊന്നും അല്ല. അത് അങ്ങനത്തെ കള്ള, അത് നിസ്കാരം ഇല്ലാത്തവൻ കുടിച്ചങ്ങോ നിസ്കരിക്കാൻ തുടങ്ങും. പേര് മാത്രം കഞ്ചാവ്, കള്ള്. ഇവര് ഈ ആളുകളെ കുറിച്ച് ഇവരെ പറഞ്ഞ് ധരിപ്പിക്കുന്ന മഹാകളവുകള്. ഒരാൾ കള്ള് ഷാപ്പ് പോയിരുന്നു, അവര് കയ്യിൽ കള്ളാൻ നമുക്ക് തോന്നുകയാണ്. അത് കള്ളല്ല.
വേറെവരുടെ ഒരു പാള കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഔലിയപ്പാപ്പ കള്ള് കുടിക്കുന്നത് കണ്ടാലും നിങ്ങൾ കുറ്റം പറയരുത്. കാരണം കള്ളിന്റെ ബോട്ടിലും ചാരായത്തിന്റെയും ബ്രാൻഡിയും വിസ്കിയൊക്കെ ആയിരിക്കും അയാൾ തുറന്നതായിട്ട് നമ്മൾ കാണുക. പക്ഷെ അത് വായിലേക്കാണ്ട് ഒഴിക്കുമ്പോഴേക്ക് ആ കുപ്പിയിലുള്ള കള്ളിനെ വായിലെത്തുമ്പോഴേക്ക് അസലം മുസഫ, നല്ല തെളിഞ്ഞ തേനാക്കി മാറ്റാൻ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഔലിയാക്കന്മാർ കള്ളുടിക്കണുണ്ടാലും കഞ്ചാവ് വലിക്കണുണ്ടാലൊന്നും അത് നമ്മൾ വിചാരിച്ച കള്ളും കഞ്ചാവോനൊന്നും വിചാരിച്ചിട്ട് എതിർക്കാൻ പോകണ്ട എന്നുള്ള മെസ്സേജാണ് ഈ കൊടുക്കുന്നത്. ഗസാലി ഇമാം കള്ള് ഷാപ്പ് കയറിയിരുന്നു, അതന്നെ നോണല്ലേ? ഇമാം ഗസാലി കള്ള് ഷാപ്പ് കയറിയിരിക്കുവോ? കള്ള് ഷാപ്പ് കയറിയിരുന്നപ്പോ കുടിക്കാൻ കള്ള് കൊടുത്തു. അപ്പൊ കള്ള് കുടിക്കാൻ നോക്കുമ്പോ ഗസാലിക്ക് മനസ്സിലായില്ല ഇത് കള്ളല്ലേ, അപ്പൊ ഇത് കുടിക്കാൻ പറ്റൂല. അപ്പൊ ഇനി എന്താ ചെയ്യാ? കള്ളല്ലേ, കുടിക്കാൻ പറ്റൂല, നജസാണല്ലേ ഈ കള്ള്. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഒരാൾ ഏതൊരു മുസ്ലിം ആണെങ്കിലും എന്താ ചെയ്യാ? കള്ളാണ്, ഇത് കുടിക്കാൻ പറ്റൂല എന്ന് കണ്ടാ പുറത്തു കണ്ട് ഒഴിക്കും. പക്ഷെ ഗസാലി ഇവിടെ എന്ത് ചെയ്തു എന്നായി മുസ്ലിയാരി പറയണത്? പുറത്തു കൊഴിച്ചില്ല, ഈ കള്ള് മൂപ്പര് എന്ത് ചെയ്തു? ഇത് കുടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മൂപ്പര കമ്മീസിന്റെ ഉള്ളിൽ കണ്ട് ഒഴിച്ചു, മൂപ്പര കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് ഈ കള്ളാണ്ട് ഒഴിച്ചു. തീർന്നില്ല, കഥ നീളാണ്. അങ്ങനെ ഗസാലി ഈ കള്ള് ഒഴിച്ച ഈ കുപ്പായ ഉണ്ടല്ലോ ഇതും കൊണ്ട് വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ട്. ഒരു വെള്ളാട്ടിപ്പെണ്ണുണ്ട്. ആ പെണ്ണ് ഇയാളുടെ കുപ്പായത്തിൽ കള്ളുണ്ടല്ലോ, അപ്പൊ അത് കഴുകുമ്പോ കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പി കഴുകുന്നതിന്റെ ഇടക്ക് ഈ ജുബയിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം ഈ വെള്ളാട്ടിയുടെ വായിലേക്ക് എത്തിയതോടുകൂടെ പിന്നെ ആ പെണ്ണ് ബടാ ആലിമായി, വലിയ പണ്ഡിതയായി. എന്താ കാരണം? ഗസാലി ഇമാമിന്റെ കുപ്പായത്തിലുള്ള കള്ളിന്റെ തുള്ളി വെള്ളത്തോട് ചേർന്നിട്ട് മിക്സ് ആക്കിയിട്ട് കുടിച്ചപ്പോൾക്ക് ആ പെണ്ണ് ആലിമായെങ്കിൽ ഗസാലി എങ്ങാനും ആ കള്ള് കുടിച്ചിക്കുകയാണെങ്കിൽ എത്രത്തോളം വലിയ ആളാകുമായിരുന്നു എന്നുള്ള മെസ്സേജാ ഇപ്പൊ ഈ കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ മനുഷ്യ ഇപ്പോഴും ഇല്ലേ ഹയാത്തിലുണ്ടല്ലോ, ഈ മുസ്ലിയാർ ഇപ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇതേത് ഇസ്ലാമാടോ? ഇതാര് പഠിപ്പിച്ച ദീനാനടോ? ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തുമില്ല ഈ സാധനങ്ങളൊക്കെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മുന്തിരിയിൽ നിന്ന് കള്ളെടുക്കുന്നു, അതേപോലെയുള്ള മദ്യങ്ങൾ ഉണ്ടാക്കുന്നു. അവരാരെങ്കിലും അത് കുടിച്ച് ആ നിലക്ക് ഇത് നമ്മൾ കുടിക്കുമ്പോ പ്രശ്നമില്ല എന്ന് പറഞ്ഞോ? എന്താണ് ഇവർ ഈ സമൂഹത്തോട് പറയുന്നത്? ഇതിനെ എതിർത്താൽ നമ്മെ കുറിച്ച് പറയും, കണ്ടോ ഔലിയാക്കളെ കളിയാക്കുന്നവൻ, കറാമത്തിനെ നിഷേധിക്കുന്നവൻ. ഈ ഒരവസ്ഥയിലേക്കാണ് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവര് ഈ സമൂഹത്തെക്കുറിച്ച് തെറ്റായ ധാരണകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടികളായ ആളുകളെ വിളിച്ച് തേടുവാൻ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് അവർ തെറ്റിച്ച് കളയുകയാണ്. ഇതിപ്പോ കഴിഞ്ഞു പോയ ആളുകളുടെ കഥ. ഇനിയിപ്പോ ഹയാത്തിലുള്ളവരോ തങ്ങന്മാരാണ്, മോലേമാരാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ നടക്കുന്നില്ലേ? ഈ കാസർഗോഡ് തന്നെയുണ്ട് ഒരു മടവൂർ കോട്ട നടത്തുന്ന ഒരു വടിത്തങ്ങള്. ഇപ്പൊരു കാര്യമായിട്ട് ആളുകളൊക്കെ വീടൊക്കെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിങ്ങനെ പോയിട്ട് ഈ വടിയണ്ട് ഇങ്ങനെ തട്ടിയിട്ട് പറയും, അവിടെ പൊളിക്കണം, ഇവിടെ പൊളിക്കണം, ഇവിടെ പോക്ക് വരവുണ്ട്, ഇവിടെ അതുണ്ട്, ഇതുണ്ട്, പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും. ഇദ്ദേഹത്തിന്റെ മെയിൻ ഹോബി പലപ്പോഴും ഹാർമോണിയം വീട്ടലാണ്. കണ്ടില്ല നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? ആ ഇരിക്കുന്ന മനുഷ്യൻ ഹാർമോണിയം വായിക്കുന്ന മനുഷ്യനാണ് ഇപ്പൊ വടിത്തങ്ങള്. മൂപ്പരാണ് വലിയ ഹോജ, മൂപ്പരാണ് എല്ലാവരുടെയും നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന മഹാനായ ഖുത്ബുൽ അഖ്താബ് ആലിമുൽ അല്ലാമ ഹോജയായിരിക്കുന്നയാള്. മൂപ്പരിക്ക് ഈ ഹാർമോണിയം ഉണ്ട്. ഇത് മുത്തു മുസ്തഫ പഠിപ്പിച്ചതാണോ? മുത്തു മുസ്തഫ നമുക്ക് ഹാർമോണിയം വീട്ടൽ അനുവദിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സംഗീതത്തിന്റെ ഉപകരണങ്ങൾ ഇസ്ലാമിൽ ഹലാലോ ഹറാമോ? എന്താണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാക്കിയിട്ടില്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അതിങ്ങനെ വലിയ കാര്യമായിട്ട് തന്നെ കാണാൻ വരുന്ന ആളുകളുടെ മുമ്പിലൊക്കെ വെച്ച് വലിയ ഒരാളുടെ അടുക്കൽ നിന്ന് പഠിച്ചതാണെന്ന നിലക്ക് അദ്ദേഹം ഇങ്ങനെ ഹാർമോണിയം വീട്ടുകയാണ്. ആ അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇദ്ദേഹത്തിനുണ്ട് കുറെ മുരീദന്മാര്. ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ശാദുലി റാത്തീബ് തുള്ളുന്ന ആളുകള്, അതേപോലെ തന്നെ ദിക്ർ ചെല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളാനും ചാടാനും ഓടാനും ഒക്കെയുള്ള ദിക്റുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ ഇങ്ങനെ ആടിയിട്ടും ഓടിയിട്ടും വട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ സ്പ്രിംഗ് ഡാൻസ് ആടിയിട്ടും ഇങ്ങനെ തുള്ളിയിട്ടും ഡാൻസ് ആടിയിട്ടും ഒക്കെ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാമിൽ ഇങ്ങനെയുള്ള വല്ല സമ്പ്രദായങ്ങളുമുണ്ടോ? അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നയാളാണ് ഈ മനുഷ്യനും. അയാൾക്കും പറയുന്നത്
ഞാനാണ് ശരിയായ നിലക്കുള്ള പല തരീക്കത്തിന്റെയും തുടർച്ചക്കാരനാണ്, ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ ഇതെന്തേ മുസ്ലിയാക്കളെ നിങ്ങൾ ഗൗരവത്തോടെ സമൂഹത്തോട് പഠിപ്പിക്കേണ്ടതല്ലേ? ഇനി മറ്റൊരു തങ്ങളതാ ബായാർ തങ്ങൾ എന്ന് പറയുന്ന തങ്ങള്, അയാൾ സമൂഹത്തിൽ വലിയ ചൂഷണങ്ങൾ ചെയ്യുകയാണ്. നമുക്കിവരോട് ആരോടും വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല, ആരോടും വ്യക്തിപരമായ ഒരു പകയുമില്ല. അവർ ജനങ്ങളിൽ നിന്ന് കാശ് പിരിക്കുന്നതോ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതോ അല്ല ഇവിടെ പ്രശ്നം. അവർ ജനങ്ങളുടെ ഈമാനാണ് തകർക്കുന്നത്, അവരുടെ തൗഹീദാണ് തകർക്കുന്നത്, അവരുടെ വിശ്വാസമാണ് തകർക്കുന്നത്, അവരുടെ അന്ധവിശ്വാസമാണ് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പണി എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ റസൂലാണത്രേ വിളിച്ചിട്ട് പറഞ്ഞത്, കാസർഗോഡിലെ മലമടക്കിലുള്ള ബായാറിലേക്ക് നീ പോകണമെന്ന് അള്ളാഹിന്റെ റസൂല് ഏൽപ്പിച്ചിട്ടാണത്രേ ഇയാൾ ഇങ്ങോട്ട് വന്നത്. അത് അയാളെക്കുറിച്ച് മറ്റൊരു മുസ്ലിയാർ അയാളെ ഇരുത്തിക്കൊണ്ട് പറയുന്നു. അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. തങ്ങളുടെ ബായാറുപ്പാപ്പാനെ വിളിച്ചിട്ട് ഹബീബ് മുഹമ്മദ് തങ്ങൾ പറഞ്ഞു, നീ കാസർഗോഡ് ജില്ലയുടെ മലമുകളിലെ ബായാറ് പോയിട്ട് അവിടെ തീരുണ്ടാക്ക്. റസൂലുള്ള പറഞ്ഞ വാക്ക് സ്വീകരിച്ച ബായാർ തങ്ങൾ ഉപ്പാപ്പോടെ വന്നത്. അവിടെ നിന്നുള്ള ഇൽഹാമിന്റെ സ്വപ്നത്തിന്റെ ദർശനം കൊണ്ട് സലാത്തുമായി നാട്ടിൽ കാലുകുത്തിയത്. ഇവിടെ മാത്രമാണോ ബർക്കത്ത്? അങ്ങ് കാടാമ്പുഴ. ഇവിടെ മാത്രല്ല, അങ്ങ് കാടാമ്പുഴയിലുണ്ട്. ഇവിടെ ബായാറിൽ മാത്രല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞു ഇവിടെ ബായാറിൽ വരാൻ. എപ്പോ പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങളുടെ സ്വപ്നങ്ങളെ കഥ. നിങ്ങൾ സ്വപ്നം റസൂലുള്ളാഹിനെ കാണോ? കണ്ടാൽ തന്നെ ഇതിന്റെ വിധി എന്താണ്? ആരൊക്കെ സ്വപ്നം കാണും? നിങ്ങൾക്കിടയിൽ തന്നെ അതിന്റെ തർക്കം തീർന്നിട്ടുണ്ടോ? എന്നിട്ട് ബായാറിനെ അള്ളാന്റെ റസൂല് വിളിച്ചിട്ട് പറഞ്ഞല്ലോ, ഇമ്പിച്ചിക്കോയ ബായാർ സ്ഥലത്തേക്ക് പോകണം. എന്നിട്ട് അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് ഇങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി സദസ്സ് വിളിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞിരുന്നോ? ഇതൊക്കെ പറയുമ്പോ പറയും ബായാർ തങ്ങൾ സ്വലാത്തല്ലേ ചൊല്ലിക്കുന്നത്. മൂപ്പര് സ്വലാത്ത് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കുകയാണ്. എന്നിട്ട് മൂപ്പര് തന്നെ കറാമത്ത് വിളിച്ചു പറയാണ്. 4-ാം ഘട്ടവും 5-ാം ഘട്ടവും ഒക്കെ പിന്നിട്ട കിഡ്നി പേഷ്യന്റുകളും ക്യാൻസർ രോഗികളുമൊക്കെ എന്റെ സലാത്ത് മജ്ലിസിൽ വന്ന് ഇരുന്നിട്ട് അവർക്കതാ രോഗങ്ങൾ മാറി, എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു കൊടുത്തു എന്നുള്ള മട്ടിലാണ് അയാളെ കുറിച്ച് പറയുന്നത്. അയാൾ സർവരോഗ സംഹാരം, എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും മൂപ്പരുടെ ഒരു ദുആ മതി. മൂപ്പരുടെ മജ്ലിസിലൊന്ന് വന്ന് ഇരുന്ന് കിട്ടിയാ മതി. രോഗമുള്ളവർക്ക് രോഗം മാറും, കുടുംബ പ്രശ്നമുള്ള ദമ്പതികൾക്ക് കുടുംബ പ്രശ്നങ്ങൾ മാറും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, ജോലിയില്ലാത്തവർക്ക് ജോലിയുണ്ടാകും. എന്ത് പ്രശ്നങ്ങളും വളരെ എളുപ്പം തൻ്റെതായ ബയാറിലെ സ്വലാത്തിനോ കാടാമ്പുഴയിലെ സ്വലാത്തിനോ വന്നിരുന്നാൽ എല്ലാം മാറ്റിക്കൊടുക്കും എന്ന പച്ച തട്ടിപ്പ് നടത്തുന്ന ഇതേ ബായാർ തങ്ങൾക്ക് 18 കൊല്ലമായി അയാളുടെ ഭാര്യയുമായിട്ടുണ്ടായിരുന്ന കുടുംബ പ്രശ്നം തീർക്കാൻ സാധിക്കാതെയല്ലേ അദ്ദേഹം 2ാം വിവാഹം കഴിച്ചത്. പത്രങ്ങളായ പത്രങ്ങളും മീഡിയകളും മുഴുവനും ആ സംഭവം റിപ്പോർട്ട് ചെയ്തത്. കാസർകോട്ടിലുള്ള ഉമ്മപെങ്ങന്മാരും സഹോദരന്മാരും മറന്നുപോയോ? സ്വന്തം കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ, ഭാര്യയുമായുള്ള പ്രശ്നം തീർക്കാൻ 10-18 കൊല്ലം കഴിഞ്ഞിട്ടും കഴിയാതെ വന്നപ്പോ 2ാമത് പെണ്ണ് കെട്ടേണ്ടി വന്നു എന്ന പ്രശ്നമുണ്ടായ സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാൻ കഴിയാത്ത ബായാർ തങ്ങൾക്ക് ജനങ്ങളുടെയൊക്കെ പ്രശ്നം തീർക്കാൻ സ്വലാത്ത് മജ്ലിസ് മതിയത്രേ. ഈ തട്ടിപ്പൊന്നും ഇനി അധികകാലം വേവൂല തങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. മാത്രല്ല സർവ്വരോഗങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി ഒരു ദുആ മതി അദ്ദേഹത്തിൻ്റെത് എന്ന് പറയുന്ന ആളുകളെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ചിന്തിക്ക്. അയാളുടെ മക്കൾക്ക് കൊറോണയുള്ള കാലത്ത് കൊറോണ പിടിപെട്ടപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പച്ചയായ സത്യമല്ലേ? എവിടെ പോയി നിങ്ങളുടെ സ്വലാത്തിന്റെ ബറക്കത്ത്? എവിടെ പോയി നിങ്ങളുടെ മുത്തു മുസ്തഫ നിങ്ങളെ ഏൽപ്പിച്ച കാര്യമായി എന്ന് പറയുന്നത്? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ ഇവർക്കൊരു ബിസിനസ്സാണ്. ഇവരുടെ പ്രശ്നം വരുമ്പോൾ ഇവർ ഹോസ്പിറ്റലുകളിലാണ്. 3-4-ാം സ്റ്റേജും 5-ാം സ്റ്റേജും ഒക്കെ പിന്നിട്ട ആളുകളെ എല്ലാവരെയും ഇവർ മാറ്റും എന്നാ പറയുന്നത്. അതൊക്കെ സാധാരണക്കാർക്ക് മാത്രമാണ് ബാധകം. ഇവർക്കോ, ഇവരുടെ ഭാര്യമാർക്കോ, ഇവരുടെ മക്കൾക്കോ, ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഇവർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയി എഴുത്തിക്കാഫ് കിടക്കും. ഒരുപാട് കാലം അവർ ചികിത്സിക്കും, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അപ്പെന്തേ ഇവർക്ക് ഇതൊന്നും ബാധകല്ലേ? ഇതെങ്കിലും ചിന്തിച്ചുകൂടെ? റഹ്മാനായ റബ്ബ് പറഞ്ഞില്ലേ, റബ്ബല്ലാത്തവരിൽ തവക്കുലാക്കുന്നവരെ അവർക്ക് അവരെ പോലും സഹായിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങൂ,
റബ്ബിനോട് തവക്കുലാക്കൂ, റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കൂ. ഇതൊക്കെ പറയുമ്പോ തങ്ങന്മാരെ കുറ്റം പറയണ നിങ്ങളല്ലേ, ഞങ്ങൾക്ക് എന്തിനാ തങ്ങന്മാരെ കുറ്റം പറയേണ്ട കാര്യം? അഹ്ലു ബൈത്തോ ആണോ അല്ലേ, തങ്ങളോ ആണോ അല്ലേ? ആണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത്? ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മുസ്ലിമീങ്ങൾക്കൊരു നിയമമുണ്ട്. ഏത് തങ്ങന്മാരാന്ന് പറഞ്ഞ് ആര് വരുന്നുണ്ടെങ്കിലും നിങ്ങളൊരു നിയമം പഠിച്ചോ. അതെന്താ നിയമം എന്നറിയോ? അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബത്തിലുള്ള ആളെന്നെയാണെന്ന് കൃത്യമായിട്ടാണ് തെളിഞ്ഞു. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് അബൂലഹബ് എന്നിട്ടെന്തേ നരകത്തിലാണ് ആ ഖുർആൻ പറഞ്ഞത്. കുടുംബക്കാരനായതുകൊണ്ട് സ്വർഗത്ത് കിട്ടും, മഹത്വം ഒന്നും ഉണ്ടാവില്ല. മുത്തു റസൂല് പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന തങ്ങളാണോ എന്നാ ബഹുമാനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാനമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കണേ. തങ്ങള് കൊണ്ടുവന്നത് മുറുകെ പിടിക്കണം എന്നല്ല, റസൂല് കൊണ്ടുവന്നത് മുറുകെ പിടിക്കണം. അപ്പൊ റസൂല് കൊണ്ടുവന്നതാണോ ഇവിടുത്തെ തങ്ങന്മാര് പഠിപ്പിക്കുന്നത്? എന്നാൽ അവർക്ക് ബഹുമാനവും ആദരവൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു വിലയുമില്ല. അങ്ങനെയുണ്ട് പറയണോ? അങ്ങനെയുണ്ട് പറയണോ? എന്നാൽ ഇത് എന്റെ വാക്കല്ല, സാക്ഷാൽ ഖാസിമി പറയട്ടെ. അതെ, ഖാസിമി പറയുകയാണെന്ത്? തങ്ങന്മാരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തങ്ങന്മാര് തങ്ങന്മാരെ സ്ഥാനത്ത് നിന്നാലേ തങ്ങളാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു വിലയുമില്ല. ഇത് റഹ്മത്തുള്ളാ ഖാസിമി എന്ന് പറയുന്ന മുസ്ലിയാരെ കൊണ്ട് ഞാൻ ഇവിടെ പറയിപ്പിക്കുന്നു. എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം, പക്ഷെ അവരനുസരിക്കണമെങ്കിൽ അവർക്ക് ദീനുണ്ടായിരിക്കണം. അവർ കൽപ്പിച്ചതും അവർ നേതൃത്വം കൊടുക്കുന്നതും അവർ ഉദ്ഘാടനം ചെയ്യുന്നതും ദീനായിരിക്കണം. തങ്ങൾ ഫഖുദൂഹു എന്നല്ല, റസൂൽ കൊണ്ടുവന്നത് പിടിച്ചോ, റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കിക്കോ, എന്നാലോ രക്ഷപ്പെട്ടു. നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂല് കൊണ്ടുവന്നതാണ് സ്വീകരിക്കേണ്ടത്. ഖുർആൻ അതാ പറഞ്ഞത്, തങ്ങള് കൊണ്ടുവന്നത് സ്വീകരിക്കണം എന്നല്ല. അപ്പൊ റസൂല് കൊണ്ടുവന്നതാണോ ഇവിടെ തങ്ങന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നത്? അവർക്ക് ബഹുമാനുണ്ട്. ഇവിടെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണോ ഈ തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് പറയുന്നവര് മുഴുവനും ചെയ്യുന്നത്? തങ്ങന്മാരെന്ന് പറയുന്നവര് നടത്തുന്ന ജാറങ്ങളുടെ സ്ഥിതി എന്താണ്? അവര് നടത്തുന്ന ഉറൂസുകളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ രാജ്യത്തല്ലേ ഉറൂസ്, കുമ്പോൽ ഉറൂസ്? ആരാണ് അവിടുത്തെ അറബി വലിയുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് അറബി തങ്ങൾ, ഷഹീദ് അറബി തങ്ങൾ എന്നൊക്കെയുള്ള പേരിൽ ഉറൂസ് നടത്തുന്ന ആ ഖബറിൽ ആരാണ്? അന്വേഷിച്ചോടത്തോളം നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ ആരാണ് ആ ഖബറിന്റെ അകത്തുള്ളത്. അതിന്റെ അകത്ത് ആരാ ഉള്ളത്? പറയുന്നത് കേട്ടത് ഇങ്ങനെ ജനങ്ങൾ പറയുന്നുണ്ട്. ഒരറബിക്കടലിൽ നിന്ന് കിട്ടിയ ഒരു മയ്യത്താണത്രേ, അത് തന്നെ മുഴുവനുമില്ലത്രേ. ഒരു ഭാഗത്ത് കൈ കിട്ടിയപ്പോ അവര് ജാറമുണ്ടായി, ഒരു ഭാഗത്ത് കാല് കിട്ടിയപ്പോ കാല് കൊണ്ടൊരു മക്ബറയുണ്ടാക്കി. ഇങ്ങനെ ഒരിടത്ത് സയ്യിദ് അറബി വലിയുള്ള, മറ്റൊരു സ്ഥലത്ത് ഷഹീദ് അറബി വലിയുള്ള എന്നൊക്കെയാണ് അത്രേ ഉണ്ടായത്. ഇനി അതല്ല മൗലവി, നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല കാര്യമെന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ നിങ്ങൾ സമൂഹത്തോട് തുറന്നു പറയ്. നിങ്ങളുടെ കുമ്പോലിൽ ഉറൂസ് നടക്കുന്ന ആ സയ്യിദ് അറബി തങ്ങളെന്ന് പറയുന്ന ആളുടെ ഊര് പറയാമോ? പേര് പറയാമോ? അയാളേത് നാട്ടുകാരനാണ്? അയാളുടെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ഊരും പേരും അറിയാത്ത എത്രയോ ആളുകളാണ് ഇവരുടെ തങ്ങളാണ് വലിയാണെന്ന് പറഞ്ഞിട്ട് പലയിടത്തും ഉറൂസുകൾ നടത്തുകയാണ്. നെല്ലിക്കുന്നിൽ ഉറൂസ് നടത്തുന്നില്ലേ കാസർഗോഡ്? ഞാൻ പട്ലയിൽ വെച്ച് കഴിഞ്ഞ വർഷം പ്രസംഗിച്ചപ്പോ സമസ്തയുടെ തലമുതിർന്ന ഖുതുബി മുഹമ്മദ് മുസ്ലിയാരടക്കമുള്ള 10-30ഓളം ആലിമീങ്ങൾ ഫത്വ കൊടുത്തത് അവിടെ വായിച്ചതാണ്. എന്താണ് വായിച്ചത്? ഈ നെല്ലിക്കുന്ന ഉപ്പാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ നിസ്കരിക്കാറില്ല, നോമ്പെടുക്കാറില്ല. അയാള് ചീട്ട് കളിക്കാർക്ക് ചീട്ടെടുത്തു കൊടുത്തിരുന്ന ആളായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അന്ന് നെല്ലിക്കുന്ന ഉപ്പാപ്പ എന്ന് പറയുന്ന ആളെ കുറിച്ച് പ്രചരിപ്പിച്ചപ്പോ അന്ന് തലയെടുപ്പുള്ള ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ 10-35 ആലിമീങ്ങളോട് നാട്ടുകാരി എഴുതി ചോദിച്ചു. ഇയാളെ കുറിച്ച് എഴുതി ചോദിച്ചപ്പോൾ അതൊന്നും ഔലിയാക്കളല്ല എന്ന് ഫത്വ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒന്നാമത്തെ വ്യക്തി സമസ്തയുടെ വലിയ നേതാവ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ.
നിഷേധിക്കാൻ കഴിയോ? ഞാനത് പട്ളയിൽ പ്രസംഗിച്ചു. നെല്ലിക്കുന്ന് ഉറൂസ് നടത്തുന്ന മുസ്ലിയാക്കന്മാര്, നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ച മുസ്ലിയാരുണ്ടല്ലോ, അയാൾ വലിയ വായിൽ പറഞ്ഞു, ഇവിടെ ഹുസൈൻ സലഫി വന്നിട്ട് നെല്ലിക്കുന്ന് ഉപ്പാപ്പാനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അതൊക്കെ കളവാണ്, അതിന്റെ ഒക്കെ സത്യാവസ്ഥ ഞാനിവിടെ സമൂഹത്തോട് ഉടനെ വെളിച്ചത്ത് കൊണ്ടുവരും. കൊല്ലം 1 കഴിഞ്ഞു, 2 കൊല്ലമാകാൻ പോകുന്നു. ഈ മുസ്ലിയാർ ഇന്ന് വരെ നെല്ലിക്കുന്നുപ്പാപ്പയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് വസ്തുനിഷ്ഠമായി ഗണ്ണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയൂല. രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ ആരാന്നറിയില്ല, മനുഷ്യനാണോന്നറിയില്ല, മൃഗമാണോന്നറിയില്ല, എന്താന്നറിയില്ല. കുറെ കബറുകൾ ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് കയ്യ്, ചിലയിടത്ത് വിരല്, ചിലയിടത്ത് തല, ചിലയിടത്ത് ഏതോ അവയവങ്ങള്, ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഖബർ പൂജ നടത്തുക, ഖബറാരാധന നടത്തുക. പേരോ ഖബർ സിയാറത്ത്. ഖബർ സിയാറത്തിന് നമ്മൾ എതിർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് ഖബർ സിയാറത്ത് ചെയ്തോളാൻ പറഞ്ഞതല്ലേ? ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് വിലക്കിയിരുന്നു. നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. അത് ഈ രൂപത്തിലുള്ള വിരലല്ല, ഈ കയ്യിനെ അടക്കം ചെയ്തതല്ല, വിരല് കുഴിച്ചിട്ട സ്ഥലമല്ല, കൈ കുഴിച്ചിട്ട സ്ഥലമല്ല, മറിച്ച് നമുക്ക് പരിചയമുള്ള നമ്മുടെ ബന്ധപ്പെട്ടവരോ അല്ലാത്തവരോ ആയ എത്രയോ ആളുകൾ പള്ളിക്കാടുകളിലെ മക്ബറകളിൽ മറവിട്ട് കിടക്കുന്നില്ലേ? ഇടക്കൊന്ന് പോയിട്ട് കാണൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അവർക്ക് അവിടെ ചെന്നുകൊണ്ടും പ്രാർത്ഥിക്കാം, അല്ലാതെയും പ്രാർത്ഥിക്കാം. അവിടെ പോകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കും പരലോക ചിന്തയുണ്ടാകും. നമുക്കും മരിക്കണമല്ലോ. ഈ ഖബറിന്റെ അകത്ത് ആ മനുഷ്യൻ ഒറ്റക്കല്ലേ, ആരാരുമില്ലല്ലോ ആ മനുഷ്യന് കൂട്ട്. ഞാനും ഇതുപോലെ മരിച്ചു പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഒന്ന് നന്നാക്കണമല്ലോ എന്ന മരണചിന്തയും പരലോക ചിന്തയും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ ഖബറുകൾ പോയിക്കോ, ഖബറുകൾ പോയി സന്ദർശിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അത് ഇവര് പഠിപ്പിക്കുന്ന സിയാറത്ത് ടൂറല്ല, ഇവര് പഠിപ്പിക്കുന്ന ഖബറുമല്ല. ഇവര് പഠിപ്പിക്കുന്ന ഖബറ് ഇവര് ജാറമാണ് ഉണ്ടാക്കുന്നത്. ഏതൊരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാലും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഖബർ പൊക്കാൻ പാടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയരമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തിയിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തിയിട്ടില്ല. മൗലവി, നിങ്ങൾ മക്കത്തും നിങ്ങൾ മദീനത്ത് പോയപ്പോ അതൊക്കെ കണ്ടിരുന്നോ? ഇത്ര കൃത്യമായിട്ട് പറയാൻ ഞങ്ങൾ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷേ അത് കണ്ട സഹാബിമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹാബത്തിനെ കണ്ട താബീകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആ ഖബർ കാണുന്ന കാലത്ത്, ആ ഖബറിനെ കാണാൻ കഴിയാൻ പറ്റിയിരുന്ന കാലത്ത് അവർ കണ്ടപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ചാടിലപ്പുറം ഈ 3 ഖബറുകളും ഉയർത്തപ്പെടാത്ത നിലക്കാണ് എനിക്ക് കാണാൻ സാധിച്ചതെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിൽ പിന്നെ ഇന്നവിടെ പച്ചക്കുബ്ബയില്ലേ മൗലവി? നിങ്ങൾ മദീനത്ത് പോകുമ്പോ അവിടെ ഒരു ഖുബ്ബത്തുൻ ഖദറ, ഒരു പച്ചക്കുബ്ബ കാണുന്നില്ലേ? അതല്ലേ ഞങ്ങളിവിടെ കുമ്പോലിൽ അങ്ങനത്തെ പച്ചക്കുബ്ബ ഉണ്ടാക്കിയത്. ആ പച്ചക്കുബ്ബ ആരാ ഉണ്ടാക്കിയത്? നിങ്ങൾ പഠിച്ചോ? ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഇവരുടെയൊക്കെ ധാരണ അള്ളാന്റെ റസൂൽ മരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൗഢിയുള്ള കുബ്ബയുണ്ടാക്കണേ എന്ന് നബിതങ്ങൾ വസിയ്യത്ത് കൊടുത്തിട്ടുണ്ടോ? മറിച്ചല്ലേ പറഞ്ഞത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തേ കാരണം? ഇത്തഹദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാര് മരണപ്പെട്ടാൽ അതിന്മേൽ പള്ളികൾ ഉണ്ടാക്കി, എടുപ്പുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് എൻ്റെ സമൂഹമേ അലാ അറിയണേ, ഫഇന്നി അൻഹാകും അൻ ദാലിക, ഞാനിതാ നിങ്ങളോട് അക്കാര്യം വിരോധിക്കുന്നു. അങ്ങനെ ജൂത നസറാനികൾ ചെയ്തതുപോലെ എൻ്റെ ഖബർ അങ്ങനെ ആക്കല്ലേ
എന്ന് മരണത്തിന്റെ നേരത്ത് അള്ളാഹുവിന്റെ റസൂല് വസിയ്യത്ത് കൊടുത്തിട്ട് ആ വസിയ്യത്തിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏതെങ്കിലും ഒരു മയ്യത്തോ മയ്യത്തിന്റെ കഷ്ണമോ കിട്ടിയാൽ അവിടെ ദർഗയുണ്ടാക്കി, ജാറമുണ്ടാക്കി, കുബ്ബയുണ്ടാക്കി, ആണ്ട് നേർച്ച കഴിച്ച് ഉറൂസ് കഴിച്ചിട്ട് ലക്ഷങ്ങൾ വിടുങ്ങുന്ന മുസ്ലിയാക്കളെ, തങ്ങന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവരെ, നിങ്ങൾക്ക് മുത്ത് മുസ്തഫയുടെ ഇസ്ലാമുമായിട്ടുള്ള ബന്ധമെന്ത്? അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? മറിച്ച് പാടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്നാടോ കുബ്ബ വന്നത്? റസൂലുള്ളാഹിയുടെ ശേഷം പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖാണോ കുബ്ബയുണ്ടാക്കിയത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണോ കുബ്ബയുണ്ടാക്കിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണോ കുബ്ബയുണ്ടാക്കിയത്? അതൊന്നുമല്ല, നാല് ഖലീഫമാരുടെ കാലത്തുമില്ല എന്ന് വേണ്ട. റസൂലുള്ളാഹിനെ കണ്ട മുഴുവൻ സഹാബികളും മരിച്ചുപോയി, താബിഈങ്ങളും വന്നു. ഷാഫി ഇമാം കണ്ടിട്ടില്ല, അഹ്മദ് ഇബ്നു ഹംബൽ ഇമാം കണ്ടിട്ടില്ല, അബൂ ഹനീഫ ഇമാം കണ്ടിട്ടില്ല, മാലിക് ഇമാം കണ്ടിട്ടില്ല. അവരൊന്നും ഉള്ള കാലത്ത് ആ നബിതങ്ങളുടെ ആ ഖബറിന്റെ മീതെ ഒരു എടുപ്പ്, ആ നിലക്കുള്ള ഒരു കുബ്ബയും അവിടെ നിർമ്മിച്ചിട്ടില്ല. കൊല്ലങ്ങൾ എത്രയോ കഴിഞ്ഞു പോയിട്ട് ഹിജ്റ 678 മദീനത്ത് ആദ്യമായി കുബ്ബയുണ്ടാക്കിയത്. ചരിത്രം പഠിച്ചോ? ഹിജ്റ 678 അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുന്ന് അങ്ങോട്ട് ഹിജ്റ പോയ കാലം മുതൽക്ക് എണ്ണിയാൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഹിജ്റ 1446 678 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ കുബ്ബുണ്ടാക്കുന്നത്. 1233 കൊല്ലം, ഇപ്പൊ ഒരു 100-200 കൊല്ലം മുമ്പാണ് ഇതിന് പച്ച പെയിന്റ് അടിച്ച് പച്ച കുബ്ബയാക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ കണ്ടതാണോ? അവര് പറഞ്ഞതാണോ? അവര് ചെയ്തതാണോ? അപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ ഈ സിയാറത്തിന്റെ പേരിൽ ഒരു ഖബറും ഉയർത്താൻ പറഞ്ഞിട്ടില്ല, പാടില്ലെന്നാ പറഞ്ഞത്. തൊടാൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല, വിളക്ക് കൊളുത്തുന്നവരെ ശപിച്ചിരിക്കുകയാണ്. പട്ടുമൂടാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ പലപ്പോഴും എത്ര ഗൗരവമാണ് നിങ്ങൾ അതിനൊക്കെ കാണുന്നത്. ഒരു ഗൗരവവും കാണാതെ പോയതിന്റെ തെളിവല്ലേ? മരിക്കാൻ നേരത്ത് പോലും ഇത് പാടില്ലെന്ന് പറഞ്ഞിട്ട് അതേ മുത്ത് മുസ്തഫയുടെ അനുയായികളാണെന്ന് പറയുന്ന നിങ്ങൾ എവിടെയെങ്കിലും ജാറം കിട്ടുമോ? ലേലത്തിന് വകയുണ്ടോ? അത് വരുമാനത്തിന് വകയാക്കാൻ എന്തെല്ലാം വഴിയുണ്ടോ? അതുകൊണ്ടല്ലേ ഒരാൾ മരിച്ചാൽ പിടിയും വലിയുമാണ്. എനിക്ക് കിട്ടണം മയ്യത്ത്. ഈ പള്ളിക്കാര് പറയും ഞങ്ങൾക്ക് കിട്ടണം മയ്യത്ത്. ഇത് വമ്പം ബിസിനസ്സാണ്. കാരണം ഇതിന് ക്യാപിറ്റൽ വേണ്ട, മുതൽ മുടക്ക് വേണ്ട. ഒരു 10 കല്ല് കിട്ടിയാൽ, ഒരു ചട്ടി സിമന്റ് കിട്ടിയാൽ, അതുപോലെ അതിന്മേലൊരു പച്ച തുണി വിരിച്ച് അതുപോലെ തന്നെ വിളക്കും കൊളുത്തിയാൽ, പിന്നെ ഇങ്ങനെ ഏജൻസികൾ കറാമത്തങ്ങനെ പ്രചരിപ്പിക്കലായി, പിന്നെ ആണ്ടുതോറും നേർച്ചയായി, പിന്നെ ഉറൂസുകളായി, പിന്നെ ലക്ഷങ്ങൾ പിടുങ്ങലായി, പിന്നെ അവിടെ വരുന്ന എല്ലാവർക്കും കുട്ടികളായ കഥയായി, അവിടെ വന്ന രോഗികൾക്കൊക്കെ രോഗം മാറിയ കഥയായി. അങ്ങനെ ഖബറിനെ തൊടാൻ പാടുണ്ടോ? ചുംബിക്കാൻ പാടുണ്ടോ? ഇത് തനിച്ച യഹൂദിയുടെ സംസ്കാരമാണെന്ന് ഞാനല്ല പറയുന്നത്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അദ്ദേഹത്തിന്റെ കിതാബിൽ കാണാം, വൈദാ സാറ ഖബറാ, ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ലാ യദഉ യദഹു അലൈഹി, ഖബറിന്മേൽ നീ കൈവെക്കരുത്. വലാ യുഖബ്ബിലുഹു, ആ ഖബറിനെ നീ ചുംബിക്കരുത്, മുത്തരുത്. ഫഇന്നഹു ആദത്തുൽ യഹൂദ്, അത് തനിച്ച യഹൂദിയുടെ കൾച്ചറാണ്, അത് തനിച്ച യഹൂദിയുടെ സംസ്കാരമാണ്. ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ഖബറിങ്ങ പോയിട്ട് എല്ലാ പരിപാടിയും ചെയ്യുക, വിളക്ക് കൊളുത്തുക, ജാറം മൂടുക, പെട്ടിയിൽ പൈസ ഇടുക. എന്താ ചിന്ത? ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ എന്താവശ്യത്തിനാ ഞാനിവിടെ വന്നത് എന്ന് ഇവർക്കറിഞ്ഞ് ഇവർ അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്ത് കാര്യം നേടിത്തരും. ഈ വിശ്വാസത്തിലല്ലേ ഉറൂസിന് പോണത്? ഇതിനല്ലേ ഈ ജാറും ദർഗയിലേക്ക് പോകുന്നത്? ഇത് തനിച്ച അറബി മുശ്രിക്കുകൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെയ്ത അതേ കാര്യത്തിന് തുല്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീർ റാസിയിലില്ലേ?
ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅളീമി ഖുബൂരിൽ അകാബിരി അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും യക്ഫ ഇന്നഹും യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്. അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട് ശേഷം പറയുകയാണ്, ഇതുപോലെയാണ് നമ്മുടെ കാലത്തും ചില ആളുകൾ. തഫ്സീർ റാസി എഴുതുന്ന കാലത്ത് പറയാണ്, ഇന്നുമുണ്ട് ചില ആളുകൾ, കുറെ ആളുകൾ അതാ പല പടപ്പുകളുടെയും ഖബറിന്റെ സമീപത്ത് പോയിട്ട് പല പ്രവൃത്തികളും അവർ ചെയ്യുന്നു. എന്താണ് അവരുടെ വിശ്വാസം? അവർ ഈ ഖബറുകളെ ഇങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ ഖബറിലുള്ള ആളുകൾ അള്ളാഹുവിനോട് കാര്യം പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് നേടിത്തരും എന്ന വിശ്വാസത്തോടെ ഇപ്രകാരം ചെയ്യുന്ന ആളുകളുടെ പണിയും അറേബ്യൻ മുശ്രിക്കുകൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെയ്യുന്ന പണിക്ക് തുല്യമാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ വിധത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ സഹോദരങ്ങളെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹം അധപ്പതനത്തിലേക്ക് പോകാതിരിക്കാനാണ് പ്രിയമുള്ളവരെ ഈ പറയുന്നത്. മാത്രല്ല, പലയിടത്തും ഇപ്പൊ അടുത്ത് വിവാദം തീർന്നിട്ടില്ല ഒരു ഗോപൻ സ്വാമി സമാധിയായ കഥ. മൂപ്പരെന്താ, ഒരു ഗോപൻ സ്വാമി സമാധിയായി, പത്രങ്ങൾ വാർത്തകളൊക്കെ. എന്തിനാ ഗോപൻ സ്വാമിയുടെ അവിടേക്ക് പോണ്? നമ്മളെ ചില ജാറങ്ങളും അങ്ങനെ സമാധിയായിട്ടുണ്ട് എന്നാണ്. ജീവനോടെ മൂപ്പരായി പോയി ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളൊരു കഥ വായിച്ച് കേൾപ്പിക്കാം. അടുത്തുള്ള കഥ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കാസർഗോഡ് ജില്ലക്കാരല്ലേ? കാസർഗോഡിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ജില്ല ഏതാ? കണ്ണൂര്. കണ്ണൂര് സിറ്റിയിൽ ഹയാത്തുൽ മോമിനീൻ എന്നുള്ള പേരിലൊരു മക്കാമുണ്ട്. ഹയാത്തുൽ മോമിനീൻ എന്നാണ് ആ മക്കാമിന്റെ പേര്. എന്താ ആ മുക്കാമിന് ആ പേരിടാൻ കാരണം? കേട്ടോളൂ. ഒരു വലിയ പണ്ഡിതനും വലിയുമായ ഒരാളുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യാണ്? നിരവധി കറാമത്തുകൾ കാണിച്ചിരുന്ന മഹാന്. ജനസമ്പർക്കം പ്രയാസമായപ്പോൾ, ആളുകളുടെ കൂട്ടത്തിലൊക്കെ ജീവിച്ചിങ്ങനെ ഒരു പ്രയാസം തോന്നിയപ്പോ ഒരിക്കൽ മൂപ്പര് മുരീദുമാരോട് പറഞ്ഞത്രേ, ഞാൻ ഖബറിലേക്ക് പോവുകയാണ്. നമ്മളെ ഗോപൻ സ്വാമി പറഞ്ഞ മാതിരി എന്റെ സമാധിയുടെ സമയമായിട്ടുണ്ട്, ഞാൻ പോവുകയാണ് എന്നറില്ലേ എന്നതുപോലെ ഇയാൾ പറഞ്ഞു എന്നാണ്. ഞാൻ ഖബറിലേക്ക് പോവുകയാണ്, 40 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കണം. മുരീദുമാരോട് ഓർമ്മകൾ 40 ദിവസം കഴിഞ്ഞിട്ട് ഇന്നെ വന്നിട്ടൊന്ന് തുറന്നു നോക്കണം എന്നും പറഞ്ഞ് മൂപ്പര് ഖുർആനുമായിട്ട് അതിലേക്ക് ഇറങ്ങി. പറഞ്ഞ പ്രകാരം 40-ാം ദിവസം ശിഷ്യന്മാർ ഖബർ തുറന്നു. അപ്പോൾ മഹാൻ ഖബറിലിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. 40 ദിവസം ഖബറിൽ കഴിഞ്ഞ് മൂടല് തുറന്നു നോക്കുമ്പോ മൂപ്പർ അവിടെ കുത്തിരുന്ന് ഖുർആൻ ഓതേണ്. അപ്പൊ വന്ന ആൾക്കാരോട് പറഞ്ഞു, ഇത്രേ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഭൂമുഖത്തേക്കില്ല, ഖബർ അടച്ചോളൂ. മൂപ്പര് ആൾക്കാരോട് പറഞ്ഞു, ഈ ഞങ്ങളെ കൂട്ടത്തിൽക്കില്ല, ഖബറാണ്, മൂടിക്കോളൂ. അങ്ങനെ മൂപ്പര് ഖബറിൽ ഇങ്ങനെ ഹയാത്തിൽ കഴിയാണ് എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ ഖബറിന് എന്ത് പേര് വന്നത്? ഹയാത്ത് വലി. ഹയാത്ത് വലി എന്നാണ് ആ ഖബറിന്റെ ദർഗക്ക് പേരുള്ളത്. കണ്ണൂർ സിറ്റിയിലുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. AP കാന്തപുരം വിഭാഗത്തിന്റെ പൂങ്കാവനം ബുക്സ് പ്രസിദ്ധീകരിച്ച കേരള സിയാറത്ത് ഡയറിയിൽ നിങ്ങൾ എഴുതിവിട്ട കഥയാണ്. എന്നാലോചിച്ച് നോക്കണം. അപ്പൊ ജീവനോടെ ഖബറിൽക്കാണ് പോവുക, 40 ദിവസം അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക. തുറന്നു നോക്കുമ്പോഴും ഖുർആൻ ഓത് തന്നെയാണ്, ഒരു പ്രശ്നമല്ല. ആൾക്കാരോട് പറയണേ, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽക്കില്ല, തന്നെയാണ്, മൂടിക്കോളൂ. സമാധിയായില്ലേ? ഈ പഴച്ച അന്ധവിശ്വാസം. ജീവനുണ്ടെങ്കിൽ അയാൾ അതിലിട്ട് മൂടിയത് ക്രിമിനൽ കുറ്റല്ലേ? ഒരാളെ ജീവനോടെ കുഴിച്ചു മൂടാൻ പാടുണ്ടോ? മാത്രല്ല, അയാൾ 10-40 ദിവസം ഖബറിലിരുന്നു എന്നാണ്. ഇപ്പൊ നിസ്കാരമൊന്നും വേണ്ടേ? 40 ദിവസം എങ്ങനെയാ നിസ്കരിച്ചത്? വേണ്ട. മനുഷ്യൻ എന്ന നിലക്ക് പ്രകൃതിപരമായി മലവിസർജനം നടത്തണ്ടേ? മൂത്രയിക്കണ്ടേ? എവിടുന്നാ ചെയ്തത്? എങ്ങനെയാ ചെയ്തത്? ഭക്ഷണം കഴിക്കണ്ടേ? നിസ്കാരം വേണ്ടേ? എന്തേ നിങ്ങൾ അവിടെ ചെയ്തത്? ഈ കഥയിൽ ചോദ്യമല്ലല്ലോ. സമാധിക്കാരനോട് TV-ക്കാരോട് പലരും ചോദിച്ചല്ലോ, ഉത്തരം ഉണ്ടായോ? മൂല്യന്മാരോടും ചോദിക്കണ്ട, സമാധിക്ക് ഉത്തരമില്ലാത്തതുപോലെ ഇതിനും ഉത്തരം ഉണ്ടാവൂല. ഈ വിധത്തിലുള്ള കള്ളക്കഥകളാ പല ജാറങ്ങളും പല ദർഗകളും പല മക്കാമുകളും പല ഉറൂസ് കമ്മിറ്റികളും. വരുമാനമുണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം കണ്ണിൽ കണ്ടുകൊണ്ട് ഈ സമൂഹത്തെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിയിട്ട് സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകുന്ന ദുരവസ്ഥയാണ് സഹോദരങ്ങളെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവസ്ഥക്ക് മാറ്റം വരണം. ഈ അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തണം. അതിനാണ് നമ്മൾ ഈ സമൂഹത്തോട് കൃത്യമായി പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ സമൂഹം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വഴിയിലേക്ക് വരണം എന്നാണ്. അതല്ലാതെ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകണമെന്നല്ല. സമൂഹം സർവശക്തനായ റബ്ബിൽ
അടിയുറച്ച് വിശ്വസിക്കുന്നതിൽ നിന്ന് വിട്ടിട്ട് പണത്തോട് മോഹം വരികയാണ്, ആർത്തി വരികയാണ്. അതുകൊണ്ടാണ് ഉച്ചക്കാട്ടുള്ള ഒരു ഹാജിയാരെ ഒരു പെണ്ണ് കൊന്നുകളഞ്ഞ വാർത്തയല്ലേ ലോകം മുഴുവൻ നമ്മൾ കേട്ടുകഴിഞ്ഞത്. എന്തേ ഹാജിയാരെ കൊല്ലാൻ കാരണം? ഹാജിയാരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു, ഒരു പെണ്ണ് വിശ്വസിപ്പിച്ചു. എന്താ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? നിങ്ങൾ സ്വർണം തന്നാൽ ഇരട്ടിയാക്കി തരാം. അങ്ങനെ ഹാജിയാരുടെ കയ്യിൽ നിന്ന് പലതവണയായി 596 പവനോളം ഈ പെണ്ണ് കൈക്കലാക്കിയെന്നാണ്. സ്വർണം തിരിച്ചു ചോദിച്ചപ്പോഴാണ് കൊലപാതകം നടന്നത് എന്ന് പത്രങ്ങളും മീഡിയകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ആലോചിച്ചു നോക്ക്, ഹണി ട്രാപ്പ് നടത്തിയിരുന്നു ഈ പെണ്ണെന്ന് പറയുന്നു. ഹോമിയോ ഡോക്ടറുടെ ചികിത്സാരിയുടെ വേഷത്തിൽ ഈ പെണ്ണ് നടന്നിരുന്നു എന്ന് പറയുന്നു. എന്താണ് ഹാജിയാർക്ക് സംഭവിച്ചത്? അയാളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായി അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കാതെ ഈ ശിർക്കന്മാരുടെ കാൽക്കൽ പോയി പെട്ടുപോയി. കാരണം ഇവരൊക്കെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന മന്ത്രപുസ്തകങ്ങളിൽ, മാന്ത്രിക വിദ്യകളിൽ, ചികിത്സകളിൽ ഇവരൊക്കെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് മണ്ണും കല്ലുമൊക്കെ പൊന്നാക്കാൻ കഴിയുമെന്ന്, സ്വർണം വെള്ളി സ്വർണമാക്കാനുള്ള വിദ്യ, കല്ലുകൾ സ്വർണമാക്കാനുള്ള വിദ്യ, കാർഡ് സ്വർണമാക്കാനുള്ള വിദ്യ, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇവരുടെ ത്വൽസമാത്തിന്റെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ ഇവർ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്ന അത്തരത്തിലുള്ള കള്ളക്കഥകളും കെട്ടുകഥകളും ഒക്കെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഹാജിമാര് 1ഉം 2ഉം പവനല്ല 596 പവന കൊണ്ടുപോയി കൊടുത്തത്. അവസാനം മരണപ്പെടുകയും ചെയ്തു എന്നാണ്. ഇതൊക്കെ എങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകുന്നു? റഹ്മാനായ റബ്ബല്ലാത്ത ഇവർക്കും നിധി കുഴിച്ചു കൊടുക്കാൻ പറ്റും. മറഞ്ഞ കാര്യങ്ങൾ, പറമ്പിലുള്ള നിധി കണ്ടെത്താൻ, സ്വർണത്തിന്റെ കുടം, കുംഭം കണ്ടെത്താൻ, ഇങ്ങനെ പലതും പറഞ്ഞു മോഹിപ്പിക്കുന്നു. പെട്ടെന്ന് പണക്കാരനാവാം, വലിയ കോടീശ്വരനാവാം. ഇതൊക്കെയാണ് പറയുമ്പോഴേക്ക് ഓരോരുത്തരുടെ കാൽക്കലേക്ക് ചെന്ന് ഈമാൻ പോക്കറ്റടിച്ച് ആ രൂപത്തിൽ ജീവിക്കുന്നവരുടെ അത്തരത്തിലുള്ള ആളുകളുടെ മുമ്പിൽ പോയി തന്റെ വിശ്വാസത്തെ അടിയറ വെക്കുന്ന ആളുകൾ ഉണ്ടായത് എങ്ങനെയാണ്? റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കാതെ പോയതാണ് കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രക്ഷപ്പെട്ടോളണം. ഈ സമൂഹം അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിക്കലല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. അതിനാവശ്യം എന്താണെന്നോ, അള്ള പഠിപ്പിച്ച മാർഗങ്ങളിലൂടെ ചികിത്സിക്കണം, അള്ള പഠിപ്പിച്ച മാർഗങ്ങളിലൂടെ ദുആകൾ നിർവഹിക്കണം. ശരീരത്തിൽ വേദനയുണ്ടായാൽ ചൊല്ലേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിസ്മില്ലാ. സാധാരണ നിലക്കുള്ള മരുന്നുകളൊക്കെ കുടിക്കുന്നതിന്റെ പുറമേ അള്ളാഹുവിനോട് വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ 3 തവണ പറഞ്ഞോളൂ. അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു 7 തവണ പറഞ്ഞോളൂ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആയാണ്. അതുപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ രോഗിക്ക് വേണ്ടി ദുആ ചെയ്തോളൂ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫിയക തുടങ്ങിയ എത്രയോ പ്രാർത്ഥനകളുണ്ട്. അതിനൊക്കെ പകരം ഇങ്ങനെ കോഴിമുട്ടയിൽ പല പ്രവൃത്തിയും ചെയ്ത്, അതുപോലെ തന്നെ തകിടിൽ പല പ്രവൃത്തിയും ചെയ്ത്, ആ രൂപത്തിലുള്ള കുഫ്റൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രീതികൾ ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ആചാരത്തിൽ നിന്ന് മനുഷ്യൻ പോകുന്ന അവസ്ഥ വരുന്നതൊക്കെ അള്ളാഹുവിനെ കുറിച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ ചര്യകളെ കുറിച്ച് വിജ്ഞാനം നഷ്ടപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ നമ്മൾ ദിനേന എന്നോണം മുറുകെ പിടിച്ചാൽ രാവിലെ എഴുന്നേൽക്കുന്ന നേരത്ത് മുതൽ ദുആയുണ്ട്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ദുആയുണ്ട്. 100 കണക്കിന് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഉമ്മമാരെ മക്കളെ പഠിപ്പിക്കണം, ഉപ്പമാരും അത് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എനിക്ക് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലല്ലോ. എത്രയെത്ര ദിക്റുകളാണ് ഓരോ ദിവസവും നമുക്ക് ചൊല്ലുവാനുള്ളത്, ദുആ ചെയ്യുവാനുള്ളത്. അതൊക്കെ നമ്മൾ ദിനേന നിർവഹിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു മനസ്സിന് സമാധാനമുണ്ടാകും. പ്രതിസന്ധികൾക്കത് പരിഹാരമാണ്.
കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. റബ്ബിന്റെ ഖുർആൻ നമ്മുടെ വീടുകളിൽ ദിനേന പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ദിക്റുകൾ സമയത്ത് നിർവഹിക്കണം. വീടിൻ്റെ അകത്തേക്ക് ബിസ്മി ചൊല്ലി പ്രവേശിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ദുആ ദിക്റുകൾ നിർവഹിക്കണം. ഏതേത് മേഖലകളിൽ എന്തെല്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യണം. മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം കണ്ടില്ലേ ഉമ്മമാരെ, നൊന്തപറ്റ ഉമ്മയോട് പകരം വീട്ടാനാണെന്ന് പറഞ്ഞുകൊണ്ട് വളർത്തിയുണ്ടാക്കിയ മകനല്ലേ എന്തു ചെയ്തത്? കൊടുവാൾ കത്തി കൊണ്ട് ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്നത്. ആ ഞെട്ടലിൽ നിന്ന് കേരളം മുക്തമായോ? സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് വെട്ടിക്കൊല്ലുകയാണ് മകൻ. MDMA എന്ന് പറയുന്ന ലഹരിയുടെ അടിമയാണത്രേ. അവൻ പറയുന്നു, എന്നെ എന്തിനാണ് ഉമ്മ ജനിപ്പിച്ചത്? എൻ്റെ ഉമ്മ എന്നെ ജനിപ്പിച്ചതിനല്ലേ, ഞാൻ പകരം കൊടുക്കുകയാണ്, എൻ്റെ ജീവിതം മുഴുവൻ കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കൊന്ന മക്കള്, മക്കളെ കൊല്ലുന്ന ഉമ്മമാര്, അതുപോലെ തന്നെ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യമാര്, ഭാര്യമാരെ വെട്ടിത്തുണ്ടമാക്കുന്ന ഭർത്താക്കന്മാർ, ബാപ്പമാരെ കൊല്ലുന്ന മക്കള്, ഇങ്ങനെ എവിടെയാ ഇല്ലാത്തത്? എവിടെയും ഈ ലഹരിയുടെ പിടുത്തം അതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. ലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരൻ പത്രങ്ങൾക്ക് മീഡിയകൾക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അയാൾ വിളിച്ചു പറയുന്നത്, ഇത് ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് ഉപയോഗിക്കുന്നിടത്ത് ഞാൻ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്, ബാപ്പയും മക്കളും ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെയുള്ള പലരും ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു പഞ്ചാരത്തരി പോലെയുള്ള ഒരു തരിയെങ്ങാനും വായിലേക്കിട്ടാൽ മണിക്കൂറുകളോളം ഉറങ്ങാതെയും തുള്ളാനുമുള്ള ഒരു വലിയ ശക്തി കിട്ടും എന്നൊക്കെ പറഞ്ഞ് മാരകമായ ലഹരിയുടെ പിറകെ പോകുന്ന ആളുകള് മക്കളെ പറ്റി ചിന്തിക്കുന്നോ? രക്ഷിതാക്കളെ, മറ്റുള്ളവരുടെ മക്കൾക്കാണ് അല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഇത് വരാതിരിക്കണോ? എന്ത് വേണം? മക്കളെ നിങ്ങൾ പഠിപ്പിച്ചോ? ഇന്നിവിടെ കണ്ടില്ലേ, ഒരു കോളേജിന്റെ ഒരു കാര്യം ഇവിടെ പ്രകാശനം ചെയ്തില്ലേ? നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ദാൽ-ഹിക്മ അറബിക് കോളേജ് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അവിടെ പ്രവർത്തനം നടന്നു വരികയാണ്. പ്രായമായ ഉമ്മമാരെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ അവർക്ക് ദീന് പഠിപ്പിക്കേണ്ട ആവശ്യമുള്ള സമയത്ത് കോളേജുകളിൽ വിട്ടിട്ടോ അല്ലാതെയോ നിങ്ങളുടെ വീടുകളിൽ വെച്ചോ ഒക്കെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അള്ളാനെ പരിചയപ്പെടുത്തണേ, റസൂലുള്ളാനെ പരിചയപ്പെടുത്തണേ, സ്വഹാബത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം. റഹ്മാനായ റബ്ബിൽ അവർക്ക് പ്രതീക്ഷയുണ്ടാകണം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആത്മഹത്യ ചെയ്യാൻ തോന്നാതിരിക്കണമെങ്കിൽ അള്ളാനെ അറിയണം. റബ്ബ് എൻ്റെ പ്രയാസം എല്ലാം നീക്കാൻ കഴിവുള്ളവനാണ്. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ വാത്സല്യമുള്ള റഊഫാണ്, അവൻ കാരുണ്യമുള്ള റഹീമാണ് തുടങ്ങിയിട്ടുള്ള പാഠങ്ങളൊക്കെ അവർക്ക് കിട്ടണ്ടേ. അതിനത് പഠിപ്പിക്കുക തന്നെ വേണം. നമ്മളവരെ ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ പല ഉമ്മമാരും കുട്ടികളെയൊക്കെ ചെറുപ്രായത്തിലൊക്കെ നല്ല പർദ്ദയൊക്കെ ഇട്ട്, ആ സമയത്ത് അത്ര പർദ്ദയൊന്നും നിർബന്ധമില്ലാത്ത കൊച്ചുകുട്ടികളാകുമ്പോൾ നല്ല പർദ്ദയും ഒക്കെ ഇട്ടങ്ങനെ മറച്ചു പറഞ്ഞേക്കും മദ്രസകളിലേക്ക്. പക്ഷേ ആ കുട്ടി അങ്ങ് ടീനേജ് പ്രായത്തിലെത്തി, തൻ്റെ ശരീരം വളർച്ചയിലെത്തുമ്പോ പിന്നെ അതാ ഇറുകിയ ജീൻസും അതുപോലെ തന്നെ ആ നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തലയിൽ തട്ടമില്ല, മാറ് കാണിക്കുന്നു, മറ്റുള്ളവരുടെ കൂടെ കറങ്ങാൻ പോകുന്നു, സ്റ്റഡി ടൂറുകൾക്ക് പോകുന്നു, ബസ്സുകളിലും ട്രെയിനുകളിലും ഒരുമിച്ച് അന്യപുരുഷന്മാരുടെ കൂടെ കിടക്കാൻ തയ്യാറാകുന്നു. ആ വിധത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ ചുറ്റിക്കറങ്ങുന്നു. തൻ്റെ വീട്ടിലെ ആൺമക്കളും പെൺമക്കളും എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, എപ്പോൾ മടങ്ങി വരുന്നു എന്ന് നോക്കാൻ പോലും രക്ഷിതാക്കൾക്ക് നേരമില്ല. അവർക്കും തിരക്കാണ്, അവർ മൊബൈലിൻ്റെ ലോകത്താണ്. അവരും മൊബൈലിൽ വേറെ ആരൊക്കെയോമായി ചാറ്റിങ്ങിലാണ്. ഭർത്താവിന് ഭാര്യയോട് താല്പര്യമില്ല, ഭർത്താവിന് ഭാര്യയോട് മിണ്ടാൻ നേരമില്ല, ദൂരെയുള്ളവരോടാണ് ചാറ്റിങ്. അതല്ലേ ഇപ്പൊ ഒരു ഭാര്യയെ, ഭർത്താവുള്ള ഒരു ഭാര്യയെ മറ്റൊരുത്തൻ കാമുകൻ വന്നിട്ട് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ ശേഷം അവളെ കൊന്നുകളഞ്ഞു എന്ന വാർത്ത
ഇന്നലെയും മിനിയാന്നുമായി മീഡിയകളിൽ ചർച്ചയല്ലേ? എവിടേക്കാണ് ഈ അവിഹിതമായ ബന്ധങ്ങൾ? എവിടേക്കാണ് ഈ ചാടിപ്പോക്കുകൾ? എന്താണ് ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റത്തെ കാരണം? അല്ല പഠിപ്പിച്ച നിയമങ്ങളെ കാറ്റിൽ പറത്തി, റബ്ബിന്റെ നിയമങ്ങളോട് ബഹുമാനമില്ലാതെയായി, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളില്ല, അതിനെക്കുറിച്ചുള്ള യാതൊരു രൂപത്തിലുള്ള ചിന്തയും ഇല്ലാതെയായപ്പോ ഏത് വിധത്തിലും പണം കിട്ടണം എന്നതിൻ്റെ പേരിൽ പെൺകുട്ടികളെ കരിയർമാരായി മാറുന്നു. MDMA-കളും മയക്കുമരുന്നുകളുമൊക്കെ രാജ്യത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കും അയൽ സംസ്ഥാനത്തേക്കും പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കളാണ് കരിയർമാരായി വിൽപ്പനക്കാരികളായി മാറുന്നത്. അവര് പോലും ഉപയോഗിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാതെ ആ മേഖല അങ്ങ് പടർന്നു പന്തലിക്കുന്നു. ആരെങ്കിലുമൊക്കെ നിങ്ങളെ മകളെ പോക്ക് ശരിയല്ല, മകൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞവനോട് ദേഷ്യം. എൻ്റെ മകനെക്കുറിച്ച്, എൻ്റെ മകളെക്കുറിച്ച് എനിക്കറിയാം, നീയല്ല പറയേണ്ടത് എന്ന് അയാളുടെ നേരെ വിരൽ ചൂണ്ടും. അപ്പോൾ കുട്ടികൾക്കത് നല്ല രൂപത്തിലുള്ള സൗകര്യമായി. എൻ്റെ വാപ്പാക്കെന്നെ നല്ല വിശ്വാസ, എൻ്റെ ഉമ്മാക്കെന്നെ ഒരു തെറ്റിദ്ധാരണയില്ല. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങൾക്കും അവർ മുമ്പിലുണ്ട്. പിന്നെയോ കല്യാണം വേണ്ട, ആണിന് ആണ് മതി, പെണ്ണിന് പെണ്ണ് മതി, അങ്ങനെ ജീവിച്ചാലും മതി, കുട്ടികളൊന്നും ഉണ്ടാവണ്ട, കുട്ടികളൊക്കെ ഉണ്ടാകുന്നൊരു ഭാരമാണ്. അതുകൊണ്ട് ഏത് വിധത്തിലും വല്ല സെക്സ് ടോയ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ മതി, ആണും തമ്മിലും പെണ്ണും തമ്മിലും ജീവിച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? വിവാഹത്തോട് താല്പര്യമില്ല. ഇനി വിവാഹം നടക്കുകയാണെങ്കിലോ അവിടെ അള്ളാഹ്ക്ക് വെറുപ്പുള്ളതേ ചെയ്യൂ. വിവാഹം പെണ്ണ് കാണൽ ചടങ്ങ് തൊട്ട് അവിടുന്ന് അങ്ങോട്ട് എല്ലാ തോന്നിവാസങ്ങളും. നിങ്ങളുടെ കാസർഗോഡ് ജില്ലയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ഘാടകന്മാരെന്നാണ് എല്ലാ നാട്ടുകാരും നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ശരിയാണോ എന്ന് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. എല്ലാ തോന്നിവാസങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് കാസർകോട്ടെ കല്യാണക്കാരാണെന്നാണ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഫാനിൽ മുളക് പൊടി വെതറിയിട്ട് പോയി സ്വിച്ചിട്ടു. പുതിയാപ്പളയുടെ ഒപ്പം വന്ന ചെക്കന്മാര് പെൺവീട്ടിൽ വന്ന് ഫാനിൽ മുളക് പൊടി വിതറിയിട്ട് ഫാനിന്റെ സ്വിച്ചങ്ങ് ഓണാക്കിയപ്പോ എല്ലാരെ കണ്ണിലും മുളക് പൊടി. പൊതിരെ തല്ല് കിട്ടിയ വാർത്തയും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെ കിട്ടുമ്പോൾ കുറേ എണ്ണത്തിന് മാറ്റുണ്ടാകും. പക്ഷെ അതൊന്നും ഒരു ശരിയല്ലല്ലോ. അതൊക്കെ ഇപ്പം എത്ര സ്ഥലത്ത് നടക്കും? അതൊക്കെ നടക്കുമോ? അതേപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാര് വലിയ പടക്കം പൊട്ടിക്കുക, ഭാര്യയുടെ ആൾക്കാരും പടക്കം പൊട്ടിക്കുക, ഭയങ്കര ഗുണ്ടുകൾ പൊട്ടിക്കുക. ഒരു കുട്ടി അബോധാവസ്ഥയിലായി, ഒരു കൊച്ചുകുട്ടി അബോധാവസ്ഥയിലായി. കുട്ടി വായ തുറന്നു പിടിക്കുകയാണ്, വായ കൂട്ടുന്നില്ല. കുട്ടിയുടെ ശരീരം വിവർണമായി, കുട്ടിക്ക് ബോധം നശിച്ചു, കണ്ണു തുറിച്ചു. എന്തേ? പടക്കം പൊട്ടിയ ശബ്ദം കേട്ടപ്പോ പോയി പറഞ്ഞത്രേ കല്യാണ വീട്ടിൽ അയൽക്കാരനാണ്, ഇങ്ങനെ പടക്കം പൊട്ടിക്കല്ലേ, കുട്ടി പേടിക്കുന്നുണ്ട്. അത് പറഞ്ഞ് കേൾക്കാതെ പിറ്റേന്നും പൊട്ടിച്ചു. കുട്ടി ഹോസ്പിറ്റലിലായി എന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ? എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ആടിപ്പാടി തിമിർക്കാനുള്ളതാണോ കല്യാണ വേദികൾ? റോഡുകൾ ബ്ലോക്കാക്കി JCB-യിൽ പുതിയാപ്പിളയെ കൊണ്ടുപോയി. എത്രത്തോളം കക്കൂസിന്റെ മോഡലിൽ വരെ ഐസ്ക്രീം തീറ്റിച്ച ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, പടക്കം പൊട്ടിക്കലുകൾ, ശരീരപ്രദർശനങ്ങൾ, കുതിരപ്പുറത്തുള്ള വരവ്, ഒട്ടകപ്പുറത്തുള്ള വരവ്, റോഡ് ബ്ലോക്കാക്കൽ, അന്യന്റെ മുതൽ നശിപ്പിക്കൽ, അടിപിടികൾ, കോപ്രായങ്ങൾ, എന്തൊക്കെയാ മുസ്ലിം ഉമ്മത്തെ ഈ വിവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത്? പല നാടുകളുടെ പേരിലുള്ള സംഗീത നിശകൾ, കല്യാണത്തിന്റെ തലേന്ന് അറേബ്യൻ നൈറ്റ്, അന്നെല്ലാവരും അറബി വേഷം, എല്ലാവരും അറബി മ്യൂസിക്, പിറ്റേന്ന് പഞ്ചാബി നൈറ്റ്, പിറ്റേന്ന് പാകിസ്ഥാനി നൈറ്റ്, പിറ്റേന്ന് ഉറുദു നൈറ്റ്, ഇങ്ങനെ ഒരുപാട് സംഗീത രാവുകൾ. അതുപോലെ തന്നെ ഒരുപാട് പേരിൽ പല കളറിൽ വസ്ത്രങ്ങൾ ധരിച്ച് തുള്ളിച്ചാടി ലഹരിയുടെയും മയക്കുമരുന്നുകളുടെയും അതേപോലെയുള്ള തോന്നിവാസങ്ങളുടെയും പേക്കൂത്തുകളായി മാറുന്നു വിവാഹത്തിന്റെ ദിനങ്ങൾ. ചോദിച്ചാ പറയും അതൊക്കെ കുട്ടികളാണ്, അതൊക്കെ കുട്ടികൾ ചെയ്യേണ്. ആ കുട്ടികളുടെ തന്തയാരടോ? ആ കുട്ടികളുടെ ബാപ്പയാര്? ആ ബാപ്പാക്കുള്ള കടമയല്ലേ മുത്തു മുസ്തഫ പഠിപ്പിച്ചത്? പരലോകത്ത് ചോദ്യമുണ്ടാകുമെന്ന് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ? എന്നിട്ട് മക്കളാന്ന് പറഞ്ഞിട്ട് കൈകെട്ടി ഇങ്ങനെ നോക്കി നിന്നാൽ രക്ഷപ്പെടുമെന്ന് ഉമ്മ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കണക്ക് കൂട്ടുന്നുണ്ടോ? ഖബറിലേക്ക് പോകുമ്പോ ഈ തുള്ളിച്ചാടിയ മോളോ മോനോ നിങ്ങളുടെ കൂടെ ഖബറിൽ കിടക്കാൻ വരുമോ? നാളെ മഹ്ശറിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോ ഈ മക്കള് നിങ്ങൾക്ക് വക്കാലത്ത് പറയാനുണ്ടാകുമോ? നിങ്ങളെ കാണുമ്പോ അവരോടും വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ പരലോകത്ത് കേസ് കൊടുക്കും. ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങളെ കർശനമായി വിലക്കിയില്ല എന്ന് നിങ്ങൾക്കെതിരെ
പരാതിയും കൊടുത്തേക്കും. ഈ വിധത്തിൽ വിവാഹ മാമാങ്കങ്ങൾ, ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, ആണും പെണ്ണും ഒന്നിച്ച് കൂത്താടുകയാണ്, ഡാൻസ് ആടുകയാണ്, പരസ്യമായി കെട്ടിപ്പിടിച്ച് ചുംബനമർപ്പിക്കുകയാണ്. അതൊക്കെ ക്യാമറകൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റയിലും FB-കളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ പ്രിയമുള്ളവരെ റഹ്മാനായ റബ്ബ് നമ്മുടെ മക്കൾക്ക് ഒരു ഇണയെ തരുന്ന ദിവസം നന്ദിയായി ചെയ്യേണ്ടത്? മാറി ചിന്തിക്കണേ പ്രിയമുള്ളവരെ, മാറി ചിന്തിക്കണം. ഒരു തിന്മയുടെ തുടക്കക്കാരായി നിങ്ങൾ മാറരുത്. നമ്മൾ നന്മയുടെ തുടക്കക്കാരാവണം. നമ്മൾ തുടങ്ങിയ ഒരു തിന്മ ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ അവര് ചെയ്യുന്ന തിന്മകളുടെ ഒക്കെ ഒരു വിഹിതം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ശിക്ഷയായിട്ട് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരാളും ഒരു തിന്മയുടെയും ഉദ്ഘാടകനാവരുത്, ഒരു തിന്മയുടെയും തുടക്കക്കാരായി മാറരുത്. മറിച്ച് നമ്മളെല്ലാവരും നന്മയുടെ തുടക്കക്കാരാകുവാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ആശയത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. റമദാൻ ഒരു വിളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റജബിലാണ്, വരാൻ പോകുന്നത് ശഅബാനാണ്. റജബി 27 ഒരു നോമ്പുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. മേറാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പ്. ഇസ്രാവും മേറാജും ഉണ്ടായത് അള്ളാഹുവിന്റെ റസൂലിനാണ്. ആ അള്ളാന്റെ റസൂൽ ഒരിക്കലും മേറാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. എത്രത്തോളം ഇല്ലാത്ത നോമ്പിനോട് എന്തൊരു ഇഷ്ടമാണ് പലർക്കും. 60 മാസം തുടർച്ചയായി നോമ്പെടുത്ത കൂലിയാണത്രേ ഒരു ദിവസം മേറാജ് നോമ്പെടുത്താൽ എന്നുള്ള ആശയത്തിലുള്ള കള്ള ഹദീസുകളാണ്. ആരെങ്കിലും റജബ് 27 നോമ്പെടുത്താൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണെന്നൊക്കെ കള്ള ഹദീസുകൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. സമൂഹമേ തിരിച്ചറിയുക. മാത്രമല്ല, ഇനി ശഅബാൻ 15 വരുന്നു. അന്നൊരു പ്രത്യേകം ബറാത്ത് നോമ്പ്, അന്നൊരു പ്രത്യേക നിസ്കാരം, മിറാജിന് പ്രത്യേക നോമ്പ്, മിറാജിന് പ്രത്യേക നിസ്കാരം. ഇതൊന്നും നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ചിലരൊക്കെ പറയുന്നുണ്ട്, ചിലരൊക്കെ ഇപ്പൊ സമൂഹത്തോട് പറയുന്നുണ്ട്, മരിച്ചുപോയവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസമാണത്രേ റജബിലും ശഅബാനിലുമൊക്കെ. ഒരു കൊല്ലത്തില് 7ഓ 8ഓ ഒക്കെ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ആളുകള് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമത്രേ. വീടിന്റെ ചുറ്റും അവരിങ്ങനെ വാതിൽക്കൽ വന്നു നിന്നിട്ട് നമ്മളോട് ഇങ്ങനെ കരഞ്ഞു ചോദിക്കുമത്രേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാത്തതെന്താ, ഒരു യാസീൻ ഓതിക്കൂടെ, ഞങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്തുകൂടെ എന്നിങ്ങനെ മരിച്ചുപോയവരുടെ റൂഹുകള് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമത്രേ. ഇത് അള്ളാന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം ഇവിടെ പ്രചരിപ്പിക്കുന്നു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചു അത്രേ. അത് സ്വഹീഹായ ഹദീസാണത്രേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണത്രേ. എങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന സദസ്സിൽ പ്രസംഗിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാർക്ക് റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം പറയാൻ കഴിയുന്നത്? നബിതങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞാൽ മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്തത് എൻ്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന ഹദീസ് പഠിച്ചിട്ടില്ലേ ഈ മുസ്ലിയാക്കന്മാര്? തെക്ക് ഭാഗത്തുള്ള ഒരു മുസ്ലിയാര് അയാൾ പ്രസംഗിക്കുന്ന പച്ചക്കള്ളം, റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കള്ളം പറയുന്ന അത് നിങ്ങളൊന്ന് കേട്ടോ, ബാക്കി ഞാൻ പറഞ്ഞു തരാം. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂഹ് എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്? 7 രാത്രികളിൽ നൗഷാദ് ബാക്കവിയുടെ മകൻ മുസ്താഖ് അഹമ്മദിന്റെ റൂഹ് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാതിലിൽ വന്ന് നിന്നിട്ട് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയും. 7 രാത്രികളിൽ നിങ്ങളുടെ മരണപ്പെട്ടുപോയ ഉമ്മ, നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ എല്ലാവരും അങ്ങനെ വരുമെന്നാണ് സ്വഹീഹായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഏതായാലും ഈ മുസ്ലിയാരാണിത് പറയുന്നത്. ഈ മുസ്ലിയാരാണ് ഈ കാര്യം പറഞ്ഞത്. നമ്മളെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ, ബാപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമെന്ന്. അവർ കൊല്ലത്തിൽ 6-7 ദിവസം വരുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സഹീഹായ ഹദീസാണെന്നൊക്കെയാണ് ഇയാൾ തട്ടിവിടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതവർ സമൂഹത്തോട് പരസ്യമായി പ്രസംഗിച്ചതല്ലേ? അതുകൊണ്ടാണ് ഇവരെ ഇട്ടുകൊണ്ട് പരസ്യമായി നമുക്കിത് പറയേണ്ടി വരുന്നത്. അവർ സമൂഹത്തിൽ തിരുത്തണ്ടേ?
മുത്ത് മുസ്തഫ പഠിപ്പിച്ച സഹീഹായ ഹദീസ് എവിടെ? അങ്ങനെ ഒരു ഇസ്ലാമികമായിട്ട് മരിച്ചുപോയവരുടെ റൂഹൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്ന് നമ്മളോട് വല്ലതും തരുമോ, എന്താ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാത്ത് എന്നൊക്കെ പറഞ്ഞ് വാതിൽക്കൽ നിന്ന് കരയുമെന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത്. ആലോചിച്ചു നോക്കൂ. എന്നിട്ട് നമ്മൾ വല്ലതും കൊടുത്താൽ സന്തോഷത്തോടെ അവർ ഖബറിലേക്ക് ചിരിച്ചുകൊണ്ട് പോകും. ഒന്നും കൊടുത്തില്ലെങ്കിലോ അവർ വല്ലാത്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഖബറിലേക്ക് പോകുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പച്ച നോണ പറയുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളും ഈ സമൂഹത്തെ ഏറ്റവും വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമികമായ യഥാർത്ഥമായ ആ വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? മരണപ്പെട്ട് റബ്ബിന്റെ അടുക്കലേക്കാ പോകേണ്ടത്. വത്തഖൂ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ദിവസം. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ രക്ഷപ്പെടാൻ പറ്റും. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് മടക്കപ്പെടുന്ന ദിവസം അവിടെ ഏത് കാര്യത്തിനും കൃത്യമായി കണക്ക് പറയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പ്രിയമുള്ളവരെ, സർവശക്തനായ റബ്ബ് മനസ്സിലാക്കി തരുന്ന ആ യഥാർത്ഥമായ സത്യത്തിന്റെ സന്ദേശത്തിന്റെ വാക്താക്കളാവുക, അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടപ്പുണ്ട്. ആസ്പത്രികളിലും സദസ്സിലും ഒക്കെ രോഗികളായ ആളുകളുണ്ട്. റബ്ബേ, പരിപൂർണമായും നീ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം അതുപോലെ തന്നെ ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ, നബിമാരുടെ കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.